വേദത്തെ ഭാരതീയര് പഴയ കാലത്ത് എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് പറയുന്ന ഒരു പദ്യമാണ്. വേണമെങ്കിൽ പ്രാർത്ഥനയായിട്ട് എടുക്കാം. കാരണം വേദം ജയിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ വേദം ജയിക്കുന്നു ആണ് ആ പദ്യത്തിന്റെ സാരം. പ്രത്യക്ഷാദിപ്രമാണൈഃ അനധിഗതം അഭീഷ്ടാനഭീഷ്ടാർത്ഥലബ്ധിപ്രധ്വംസോപായം ഉച്ചാവചം അവഗമയൻ നാകവത് സർവപുംസാം സ്വപ്രാമാണ്യൈകഭൂഷഃ രചയിതൃപുരുഷാഭാവനിർധൂതദോഷഃ മാനാനാമുത്തമോऽസൗ ജഗതി വിജയത്തെ വൈദികശബ്ദരാശിഃ. അതിൻ്റെ അർത്ഥം പിന്നീട് അവസരം ഉണ്ടെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ ഔപചാരികമായിട്ട് തുടങ്ങട്ടെ. തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പാൾ ഡോക്ടർ VK അമല, സാഹിത്യ ഡിപ്പാർട്ട്മെന്റ് അധ്യക്ഷ ലീന TC, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പ്രഭാഷണ പരമ്പരയിൽ സുന്ദരേശ്വരൻ വന്നിരിക്കുകയാണ്. സുന്ദരേശ്വരന് പ്രഭാഷണം നിർവഹിക്കാൻ അറിയില്ല. പ്രഭാഷണം എന്ന് പറയുന്നത്, പ്രകൃഷ്ടമായിട്ടുള്ള ഭാഷണം എന്ന് പറയുമ്പോൾ ഈ കേൾവിക്കാരെ ചിന്തിപ്പിക്കുക, ഉദ്ദീപകമായിട്ടുള്ള ചിന്തകളെ അല്ലെങ്കിൽ ചിന്തോദ്ദീപകമായിട്ടുള്ള ആശയങ്ങളെയും വാക്കുകളെയും വാരി വിതറുക, ധൈഷണിക രംഗത്ത് വിഹരിക്കുക, അതാണ് പ്രഭാഷണത്തിൻ്റെ സ്വഭാവം. എൻ്റെ ഒരു രീതി, അത് പ്രഭാഷണം എന്ന് പറഞ്ഞാലും ശരി, ക്ലാസ് എന്ന് പറഞ്ഞാലും ശരി, പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒന്ന് തന്നെയാവും. അതായത് ഇങ്ങനെ വാരി വിതറല്, അതിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾവിക്കാരിൽ എത്രത്തോളം എത്തുന്നു എന്നതിലാണ് കൂടുതൽ ശ്രദ്ധ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളോ വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളോ ആശയങ്ങളോ ബഹുമുഖമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ആശയപ്രപഞ്ചമോ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു ഋജുവായിട്ട് ലളിതമായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് പറഞ്ഞു പോകാൻ ശ്രമിക്കും. അതാണ് രീതി. അപ്പൊ ഇവിടെ ബ്രാഹ്മണങ്ങൾ, വൈദിക സാഹിത്യത്തിലെ ബ്രാഹ്മണങ്ങൾ ആണ് വിഷയം. സാധാരണ വേദം, വൈദിക സാഹിത്യം എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ അവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഋഗ്വേദം, സംവാദ സൂക്തം, അല്ലെങ്കിൽ മഹിത വലിയ വലിയ ആശയങ്ങൾ. അതായത് ഋഗ്വേദത്തിലെ ആ നോ ഭദ്രാഹ് ക്രതവോ യന്തു വിശ്വതഃ എന്നിലേക്ക് ലോകമെമ്പാടും നിന്നും നല്ല ചിന്തകൾ, മംഗളകരങ്ങളായിട്ടുള്ള ശുഭങ്ങളായിട്ടുള്ള ചിന്തകൾ എന്നിലേക്ക് വരുമാറാകട്ടെ എന്ന് ഉള്ള പ്രാർത്ഥന. അതുപോലെ ഏകം സദ്വിപ്ര ബഹുധാ വദന്തി, വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, ഒരു തത്വമേ ഉള്ളൂ. അതിനെ ബുദ്ധിമാന്മാര് അവരുടെ ബുദ്ധി വൈഭവം കൊണ്ട് പല തരത്തില് പല മട്ടില് വർണ്ണിക്കുന്നു. സത്ത ഒന്നേ ഉള്ളൂ, ഉദാത്തമായിട്ടുള്ള ദർശനമാണ്. ആദ്യത്തേത് അങ്ങനെ തന്നെയാണ്. ഉദാത്തമായിട്ടുള്ള ലോകത്തെ മുഴുവൻ ഒരു ചെറിയ കൂടായിട്ട് കാണുന്ന നന്മകൾ ഒഴുകുമാറാകട്ടെ എന്ന ഒരു പ്രാർത്ഥന. അതുപോലെ സൃഷ്ടി സൂക്തം പോലെ ഗംഭീരമായിട്ടുള്ള ദർശനങ്ങൾ. ഈ ലോകം ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ ഉണ്മയാണോ ഉണ്ടായിരുന്നത്, അല്ല ഒന്നുമില്ലായിരുന്നോ? നോ സദാസീൻ തദാനീം.
അപ്പോ ആരാ സൃഷ്ടിച്ചത്? ആ സൃഷ്ടിച്ച ആൾ എവിടെ നിന്നാ സൃഷ്ടിച്ചത്? എവിടെയായിരുന്നു അയാളുടെ ആധാരം? നിന്നിരുന്ന എവിടെയാ? എവിടെയാ? എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ ചിന്തിക്കുക ഗംഭീരമായിട്ട് സൃഷ്ടി സൂക്തത്തിൽ. അതില് ദേവന്മാര് പോലും ഈ സൃഷ്ടിക്ക് ശേഷമാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് ദേവന്മാർക്ക് പോലും ഈ ലോകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, എന്താണ് ഇതിന്റെ സത്യം എന്നുള്ളത് അറിയില്ല. കോ അദ്ധാവേദ ക ഇഹ പ്രവോചത് കുത ആജാത ഇയം വിസൃഷ്ടി എന്നൊക്കെ ഗംഭീരമായിട്ടുള്ള ആശയങ്ങളുള്ള ഋഗ്വേദം അല്ലെങ്കിൽ ഉപനിഷത്തുകൾ. യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്ന് പറയുന്ന ഈ ലോകം എന്തിൽ നിന്നാണോ ഉണ്ടായത്, എന്തിലാണോ നിലകൊള്ളുന്നത്, എന്തിലാണോ ലയിക്കുന്നത്, ആ ബ്രഹ്മം എന്നൊക്കെ ഉപനിഷത്തുകൾ, മിസ്റ്റിക് കവിതകൾ, സിംബോളിക് കവിതകൾ, ഗംഭീരമായിട്ടുള്ള ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ, നിബോധത, തത്വമസി ശ്വേതകേതോ, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അതുപോലെ ഉദാത്ത ഗംഭീരങ്ങളായിട്ടുള്ള ദർശനങ്ങളും ആശയങ്ങളും കാഴ്ചവെക്കുന്ന ഉപനിഷത്ത് സാഹിത്യവും ഋഗ്വേദവുമാണ് എല്ലാവരുടെ മനസ്സിലും വരിക. പക്ഷേ വൈദിക സാഹിത്യത്തിൽ ഏറ്റവും വലുപ്പം കൊണ്ട് പ്രാധാന്യമർഹിക്കുന്നതും വിഷയവൈവിധ്യം കൊണ്ടും വിഷയം കൊണ്ടും ഏറെ പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു വലിയ സാഹിത്യ സഞ്ചയമുണ്ട്. അത് ഋഗ്വേദവുമല്ല, ഉപനിഷത്തുകളുമല്ല, ബ്രാഹ്മണങ്ങളാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്ന ഉപനിഷത്ത് സാഹിത്യം ബ്രാഹ്മണ സാഹിത്യം എന്ന വലിയൊരു വൈദിക സാഹിത്യ സഞ്ചയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷേ നമ്മൾ ഭാരതത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവര്, സംസ്കൃതം അറിയാൻ ആഗ്രഹിക്കുന്നവര്, വിദ്യാർത്ഥികള് മിക്കവാറും കേൾക്കുന്നത് ഋഗ്വേദത്തെക്കുറിച്ചും ഉപനിഷത്ത് സാഹിത്യത്തെക്കുറിച്ചും ഔപനിഷിതമായിട്ടുള്ള ദർശനത്തെക്കുറിച്ചും ഒക്കെയാണ്. ഋഗ്വേദത്തിന്റെ പ്രകൃതി വർണ്ണനകൾ ഗംഭീരമായിട്ടുള്ള. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിനേക്കാളും, ഒരുപക്ഷെ ഇതിനേക്കാളും, അങ്ങനെ തന്നെ പറയട്ടെ, ഏതിനേക്കാളും, ഋഗ്വേദത്തെക്കാളും ഉപനിഷത്ത് സാഹിത്യത്തെക്കാളും പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹിത്യ സഞ്ചയമാണ് വേദത്തിൽ തന്നെയുള്ള ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്ന സാഹിത്യ സഞ്ചയം. അതെന്താ ബ്രാഹ്മണങ്ങൾക്ക് ഒരു പ്രത്യേകത, ഇവയെക്കാളും പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, വളരെ വിലപ്പെട്ട ചരിത്ര ഉപാദാനങ്ങളാണ് ബ്രാഹ്മണങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ സാംസ്കാരിക ചരിത്രത്തില്, മതചരിത്രത്തില്, അനുഷ്ഠാന പരതയുടെ ചരിത്രത്തില്, ലോക ചരിത്രത്തില് വളരെ പ്രധാനപ്പെട്ട ഉപാദാനങ്ങൾ നമുക്ക് ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ബ്രാഹ്മണങ്ങളിൽ. അത് പറയുമ്പോൾ ലോകത്തില് പ്രഗത്ഭന്മാരായിട്ടുള്ള ഗവേഷകര് അനുഷ്ഠാന കലയെക്കുറിച്ച്, അനുഷ്ഠാനപരതയെക്കുറിച്ച്, അനുഷ്ഠാനങ്ങളെക്കുറിച്ച്, പ്രാചീന അനുഷ്ഠാന പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു അനുഷ്ഠാനം ആണ് യാഗങ്ങൾ. ഏറ്റവും എന്ന് പറയുന്നത് അങ്ങനെ പറയണ്ട, ഏറ്റവും പ്രാചീനമായിട്ടുള്ള അനുഷ്ഠാന പരമ്പരകളിൽ ഒന്നാണ് യജ്ഞപാരമ്പര്യം, യാഗാനുഷ്ഠാനങ്ങൾ. അപ്പോൾ ഈ റിച്വലിസ്റ്റിക് ട്രഡീഷൻ, അതിൻ്റെ ഒരു ചരിത്രം പഠിക്കുന്നവർ വളരെ ഗൗരവത്തോടു കൂടി, വളരെ കൗതുകത്തോടു കൂടി, ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സാഹിത്യ സഞ്ചയമാണ് ബ്രാഹ്മണങ്ങളുടെ. ബ്രാഹ്മണങ്ങൾ യാഗാനുഷ്ഠാനത്തെക്കുറിച്ച് പ്രധാനമായും പറയുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഒരു അനുഷ്ഠാന പാരമ്പര്യത്തിൻ്റെ നല്ലൊരു ചരിത്ര ഉപാദാനമാണ് ബ്രാഹ്മണങ്ങൾ. പോരാ, ലോകമതങ്ങളിൽ വെച്ച് ഹിന്ദുമതം പലതുകൊണ്ടും വേറിട്ടു നിൽക്കുന്നു. ഈ ഹിന്ദുമതം, അതിൽ ഒരുപാട് ധാരകളുണ്ട്. ഒരു ഏകശിലാംഗമായിട്ടുള്ള ഒരു ഇതല്ല
ഒരു ഹിന്ദു ദർശനമെന്നോ ഹിന്ദു മതമെന്നോ അല്ലെങ്കിൽ സനാതന ആർഷധർമ്മമെന്നോ സനാതന ധർമ്മമെന്നോ എന്തു പേര് വേണമെങ്കിലും വിളിച്ചോളൂ, ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ മതത്തിന് ഒരുപാട് വികാസ പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ധാരകൾ അതിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ധാരയാണ് ഋഗ്വേദത്തിലൊക്കെ കാണുന്ന യാജ്ഞികമായിട്ടുള്ള ഒരു ധാര. അതിനുശേഷം നമ്മൾ ഇന്ന് കാണുന്ന അമ്പലങ്ങള്, ഉപവാസങ്ങള്, വ്രതങ്ങള്, ആഘോഷങ്ങള്, ഉത്സവങ്ങള്, സാമൂഹ്യമായിട്ടുള്ള പല ചടങ്ങുകള്, ഇതെല്ലാം ഒന്നും വൈദിക പാരമ്പര്യത്തില് യാത്രിക പാരമ്പര്യത്തിൽ കാണില്ല. അതിനുശേഷം പലതും ഉൾച്ചേർന്നിട്ടുണ്ട്. ഈ ഉൾച്ചേർന്ന് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളെ കാണിച്ചു തരുന്ന പ്രധാനപ്പെട്ട 2 സാഹിത്യ രൂപങ്ങളാണ് നമുക്കുള്ളത്. അതിലൊന്ന് പൗരാണിക സാഹിത്യമാണ്, പുരാണങ്ങളുടെ സാഹിത്യമാണ്. മറ്റൊന്ന് ബ്രാഹ്മണങ്ങളാണ്. ഈ ബ്രാഹ്മണങ്ങള് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കാര്യമായിട്ട് സാധാരണ വിദ്യാർത്ഥികൾ, സാധാരണ ഗവേഷകരൊന്നും അതിൽ ശ്രദ്ധിക്കാറില്ല. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പുരാണങ്ങൾ തന്നെ അങ്ങനെയല്ല, എളുപ്പം വായിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ട് പുരാണങ്ങൾ ധാരാളം പഠിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് പ്രതിഭാശകൾ പഠിച്ചിട്ടില്ല എന്നല്ല, സാധാരണക്കാരോ ശരാശരിക്കാരോ അതിന് താഴെയുള്ളവരോ ഈ ബ്രാഹ്മണ സാഹിത്യത്തെ വേണ്ട പോലെ പഠിച്ചിട്ടില്ല. പക്ഷെ അത് ഒരുപാട് കാര്യങ്ങൾ, അപ്പം മതപരമായിട്ടുള്ള ഹിന്ദുമതത്തിന്റെ ഇന്നത്തെ അല്ലെങ്കിൽ സനാതന മതത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിന്റെ അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള ഒരു മത പാരമ്പര്യത്തിന്റെ ഇന്നത്തെ നിലയ്ക്കുള്ള ആ ഒരു പരിണാമത്തിന് മുമ്പുള്ള പല ദശകളും കാണിച്ചു തരുന്നു ബ്രാഹ്മണങ്ങൾ. അത് മാത്രമല്ല, ഈ ബ്രാഹ്മണങ്ങളുടെ കാലം ഏതാണ്ട് ഒരു ഋഗ്വേദ സമാഹരണ കാലം കഴിഞ്ഞിട്ട് ഒരു സഹസ്രാബ്ദം കണക്കാക്കാം. ചിലരൊക്കെ പറയുന്നത് 2500 BC മുതൽ 1000 BC വരെയാണ്. ചിലർ അത്രയ്ക്കൊന്നും പഴക്കമില്ല, 1500 BC മുതൽ 500 BC വരെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും മഹാഭാരതമൊക്കെ രൂപപ്പെടുന്ന കാലം, ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ സമാഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാലം, ആ വലിയൊരു 1000 ആണ്ടുകളുടെ കാലത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ബ്രാഹ്മണങ്ങൾ തുറന്ന ചിന്തയാണ്, വിഭ്രാമകമായിട്ടുള്ള കാടുകയറിയിട്ടുള്ള ഭാവനയാണ്. അതുകൊണ്ട് എന്തും പറയും, സ്വതന്ത്രമാണ്. അതിൽ ഇതൊന്നുമില്ല, ഒരു നിയന്ത്രണവും ഇല്ലാതെ. ശരിക്കും പറഞ്ഞാൽ ഒരു വട്ടുപിടിച്ച ഒരാൾ പറയുന്ന പോലെ, പുലമ്പുന്ന പോലെ ഒക്കെ തോന്നും. ഞാൻ പറയാം, ഇതിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. മാത്രമല്ല, പ്രാചീന ഭാരതത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, പ്രത്യേകിച്ചും ഗണിതം പോലെയുള്ള, ആയുർവേദത്തിലൊക്കെ ധാരാളമുണ്ട്, ഗണിതത്തില് ഒരുപാട് കാര്യങ്ങൾ ബ്രാഹ്മണങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷെ ഇതിന്റെ ഭാഷ നേരെ ചൊവ്വയുള്ള ഒരു ലളിതമായ ഭാഷ അല്ലാത്തത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ഭാരതത്തിലെ ഭാഷാശാസ്ത്രത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് നിരുക്തശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാഷാശാസ്ത്രത്തിന്റെ ഭാഗം മാത്രമൊന്നുമല്ല, ഭാരതീയമായിട്ടുള്ള ഒരു ധൈഷണിക ചരിത്രത്തിന്റെ അവിഭാജ്യമായിട്ടുള്ള ഭാഗമാണ് നിരുക്ത ചിന്ത എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മാത്രമേ മറ്റു പല സ്ഥലത്തുണ്ട്. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ വല്ലാത്തൊരു വേരോട്ടമുണ്ട്. ഏതു കാര്യത്തെയും നിരുക്തിയിലൂടെ ചിന്തിക്കുക, വാക്കുകളിലൂടെ ചിന്തിക്കുക, വാക്കുകളുടെ അർത്ഥം അത് വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ആശയത്തെ, ആ പരികല്പനയെ, ആ സങ്കല്പത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരുപാട് മേഖലകളിൽ ഒരുപാട് വ്യാപ്തിയുള്ള ഒരു വിഷയമാണ് ഈ നിരുക്തി, അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷാശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് നിരുക്തി. അപ്പൊ ഇന്ത്യൻ ഭാഷാശാസ്ത്രത്തിനുമുള്ള ഒരു ചരിത്ര ഉപാദാനം കൂടിയാണ് ബ്രാഹ്മണങ്ങൾ. പക്ഷേ ഈ ബ്രാഹ്മണങ്ങൾ മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു അനുഭവം, വൈയക്തികമായിട്ടുള്ള അനുഭവം വെച്ചുകൊണ്ട് തന്നെ പറയാം. കാര്യം എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നല്ല കൗതുകം ഉണ്ടാവുമല്ലോ, മുതിർന്നാൽ പിന്നെ കൗതുകങ്ങളൊക്കെ പോകും. ചെറിയ കുട്ടികളാകുമ്പോൾ ഒരുപാട് കൗതുകങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ
ആളുകളുടെ വർത്തമാനം, അവരുടെ പെരുമാറ്റം, അവരുടെ ശരീരഭാഷ, ജീവികളുടെ ശബ്ദങ്ങൾ, അവ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ എല്ലാം വളരെ കൗതുകത്തോടുകൂടി ശ്രദ്ധിക്കും. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച ഒരു ആള് ഞങ്ങളുടെ അഗ്രഹാരത്തിൽ ഇടയ്ക്കൊക്കെ പൂജയ്ക്ക് വരുന്ന ചിദംബരൻ എന്നു പേരുള്ള ശിവാചാര്യരാണ്. തമിഴ്നാട്ടിൽ വരുന്ന ആളുകളാണ്. അവർക്ക് കുറുക്കൾ എന്നാണ് പറയുക. ഗുരുക്കൾ എന്നുള്ളത് കുറുക്കൾ എന്നാണ് അവിടെ വ്യവഹാരം. അപ്പൊ ഈ ചിദംബരം എന്നുള്ളതിന് ചിദംബര കുറുക്കൾ എന്നാ പറയാം. ഈ വ്യക്തിയെ ഞാൻ ഇപ്പൊ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വർത്തമാനവും ബ്രാഹ്മണങ്ങളുടെ ഭാഷയും ഏതാണ്ട് ഒരുപോലെയാണ്. അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയും. എന്താ നിങ്ങൾ എപ്പോ വന്നു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ പുറപ്പെട്ടപ്പോഴാണ് ഇന്നലെ ഞാനൊരു കാര്യം ഓർത്തത്. ഇന്നലെ ഞാൻ മധുരയ്ക്ക് പോയിരുന്നു. മധുരയിൽ ചെന്നപ്പോഴാണ് നിങ്ങൾ അറിയുന്ന മറ്റേ ഇവിടെയുള്ള ഒരു ഇതില്ലേ, ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ട്, അറിയല്ലോ. അയാളുടെ ശരിയായ പേര് കൃഷ്ണചന്ദ്രൻ എന്നാണ്. അയാൾ അവിടെ കണ്ടപ്പോൾ ഞാൻ മധുരയിലേക്ക് പോകുമ്പോൾ ബസ്സിൽ ആണ്, ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ തന്നെ അയാളെ കണ്ടു. എന്നിട്ട് മധുരയിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചു പോയി. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അതില് വൈദിക സാഹിത്യത്തെക്കുറിച്ച് സംസാരിച്ചു, ആഗമങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം എവിടേക്കൊക്കെയോ പോയി അവസാനം ഞാനിങ്ങനെ പഴനിയിലൂടെ ഇന്ന് രാവിലെ ഇവിടെ എത്തി എന്ന് പറയും. ഇത് പറയുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ ചോദ്യത്തിന് നേരെ ചൊവ്വയുള്ള ഉത്തരമല്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ചെറിയ കുട്ടികളാകുമ്പോൾ ഈ പറയുന്നതിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, അത് വല്ലാതെ ശ്രദ്ധിക്കും. ചിലർക്കത് അരോചകമായിരിക്കും, ചിലർക്ക് വളരെ ആകർഷകമായിരിക്കും. അതായത് എവിടേക്കൊക്കെയോ പോവുക, തുടങ്ങിയെടുത്തുന്ന എവിടേക്കൊക്കെയോ പോയി അവസാനം അവിടേക്ക് തന്നെ എത്തുന്ന ഒരു രീതി. ബ്രാഹ്മണങ്ങളുടെ ഭാഷ ഇതാണ്. അതുകൊണ്ട് ബ്രാഹ്മണങ്ങളെ അത്ര വേഗം ആരും സമീപിക്കാറില്ല. പക്ഷെ അതിൻ്റെ അകത്ത് വലിയൊരു കൊടുങ്കാട്ടിനകത്ത് ഒരു വന്യവിഭവം, വനസമ്പത്ത് ധാരാളം ഉള്ള പോലെ ബ്രാഹ്മണങ്ങളുടെ അകത്ത് ഒരുപാട് ചരിത്ര ഉപാദാനങ്ങൾ ഇറങ്ങിക്കിടക്കുന്നു. ചിലതൊക്കെ പ്രതിഭാശാലികൾ കണ്ടെത്തി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ട തരത്തിൽ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി പഠിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും നമുക്ക് ബ്രാഹ്മണ സാഹിത്യത്തെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. ബ്രാഹ്മണം എന്നാണ് സംസ്കൃതത്തിലെ വാക്ക്. ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ അതൊരു വർണ്ണത്തെ കുറിക്കുന്നതാണ്. 4 വർണ്ണങ്ങളുണ്ടല്ലോ, ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അങ്ങനെ ജാതിയല്ല, വർണ്ണം. അപ്പൊ ബ്രാഹ്മണ എന്ന് പുല്ലിംഗത്തിൽ പറഞ്ഞാൽ അതൊരു വർണ്ണത്തെ കുറിക്കുന്ന വാക്കാണ്. ബ്രാഹ്മണം എന്ന് നപുംസലിംഗത്തിൽ പറഞ്ഞാൽ അതൊരു വൈദിക സാഹിത്യത്തിലെ ഒരു സാഹിത്യ രൂപമാണ്. എന്താണ് ഇതിന്റെ സ്വഭാവം? ഇതിനെ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ്. വൈദിക സാഹിത്യത്തിലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ്. ഭട്ടഭാസ്കരൻ എന്ന ഒരു വ്യാഖ്യാതാവ്, പ്രസിദ്ധനായിട്ടുള്ള വ്യാഖ്യാതാവാണ്. സായണാചാര്യരെ പോലെ വൈദിക സാഹിത്യത്തിൽ പല ഗ്രന്ഥങ്ങൾക്കും വ്യാഖ്യാനം എഴുതിയിട്ടുള്ള അദ്ദേഹം പറയുന്നു, ബ്രാഹ്മണം നാമ കർമ്മണ തന്മന്ത്രാണാഞ്ച വ്യാഖ്യാന ഗ്രന്ഥ. ബ്രാഹ്മണം എന്ന് പറയുന്നത് യാഗക്രിയകളുടെയും അവയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുടെയും വ്യാഖ്യാനങ്ങളാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് വൈദിക സാഹിത്യത്തെ 2ആയി തിരിക്കാം, മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും. മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഈരടികളോ പദ്യങ്ങളോ, അത് യാഗത്തിൽ ഉപയോഗിക്കുന്നവയാണ് മിക്കവാറും. അങ്ങനെ യാഗത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളെ, അല്ലെങ്കിൽ ഋക്കുകളെ, അല്ലെങ്കിൽ യജസ്സുകളെ, അല്ലെങ്കിൽ സാമങ്ങളെ, ഋക്ക്, യജസ്, സാമങ്ങളെല്ലാം മന്ത്രങ്ങൾ തന്നെയാണ്. ഇവയെ യാഗത്തിൽ ഏത് സന്ദർഭത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു, എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയുന്ന, വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ബ്രാഹ്മണങ്ങൾ. അപ്പോൾ വേദത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. വേദത്തിൽ ഒരു ഭാഗം മന്ത്രങ്ങളാണ്, മറ്റൊരു ഭാഗം ബ്രാഹ്മണങ്ങളാണ്. അപ്പൊ ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ വേദവ്യാഖ്യാനം. പക്ഷേ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ OMC നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ ഋഗ്വേദം ഭാഷാഭാഷ്യം വ്യാഖ്യാനം പോലെ, അല്ലെങ്കിൽ സായണന്റെ ഋഗ്വേദ ഭാഷ്യം പോലെ പദം ഇന്ന, ഈ പദ്യത്തില് ഈ മന്ത്രത്തില് പദങ്ങൾ ഇന്നതൊക്കെയാണ്, ഓരോ പദത്തിന് ഇന്നാണ് അർത്ഥം, അന്വയം ഇതാണ്, ഇങ്ങനെ വൃത്തിയായിട്ട് വ്യാഖ്യാനിച്ചു പോകുന്ന സ്വരൂപം അല്ല ഉള്ളത്. മുമ്പ് പറഞ്ഞ പോലെ കാട് കയറിയ നമ്മളെ ശരിക്ക് മൂഷിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള വ്യാഖ്യാനമാണ്. പറയാം, ഇരിക്കട്ടെ. അപ്പൊ മന്ത്ര ബ്രാഹ്മണയോഹോ വേദ നാമധേയം.
എന്നാണ് പറയുക. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് വൈദിക സാഹിത്യത്തെ 4ആയി തിരിക്കുന്നു: സംഹിതകള്, ബ്രാഹ്മണങ്ങള്, ആരണ്യകങ്ങള്, ഉപനിഷത്തുകൾ എന്നാണല്ലോ. ഇതിലെ ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് ഇതെല്ലാത്തിനെയും ചേർത്ത് ബ്രാഹ്മണം എന്ന് ഇപ്പൊ പറയുന്നു. അപ്പൊ മന്ത്രങ്ങൾ, സംഹിത എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടമാണ്, മന്ത്രങ്ങളുടെ കൂട്ടമാണ്, മന്ത്രങ്ങളുടെ സമാഹാരമാണ്. ഇപ്പൊ സംഹിത എന്ന് പറയുന്നത് മന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ കൂട്ടാണ്. ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നുള്ള എല്ലാം ചേർന്നിട്ട് ഒരു വലിയ പുസ്തകം ബ്രാഹ്മണം. ഇവിടെ വേറൊരു രസകരമായ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ് ഈ ബ്രാഹ്മണ ശബ്ദം എങ്ങനെ ഉണ്ടായത് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കുന്നത്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദമാണ് അല്ലെങ്കിൽ മന്ത്രം. അപ്പൊ മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥമാണ് ബ്രാഹ്മണം. ഇനി ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ബൃഹ് ധാതുവിൽ നിന്നുണ്ടായ ശബ്ദമാണ്. എങ്ങും എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള അർത്ഥമാണല്ലോ ബ്രഹ്മത്തിനുള്ളത്. അത്രയ്ക്കൊന്നും ദാർശനിക അല്ലാതെ പറയുകയാണെങ്കിൽ വ്യാപിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് ബൃഹധാതുവിന്. അപ്പൊ വ്യാപിക്കുന്നത്, പെരുത്തത്, തടിച്ചത് എന്നൊക്കെ അർത്ഥം. ബ്രാഹ്മണങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്, വല്ലാതെ വലിയ 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 ഗ്രന്ഥങ്ങളാണ്. ഒരു മന്ത്രത്തിന്റെ വ്യാഖ്യാനം ചിലപ്പോൾ 1-2 പേജുകളൊക്കെ പോകും. എന്തൊക്കെയോ പറയും, കഥകളൊക്കെ പറയും. ഇതിന്റെ ഇടയിൽ ചില കഥകൾ പറയും, ചില പദങ്ങളുടെ നിരുക്തി പറയും, ഈ പദം എങ്ങനെ ഉണ്ടായി അത് പറയും. ഈ എന്തുകൊണ്ട് ഈ പാത്രം ഇവിടെ വെക്കണം, യാഗത്തിൽ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ചമസം അല്ലെങ്കിൽ ഗ്രഹം അല്ലെങ്കിൽ ആജ്യസ്ഥാലി അല്ലെങ്കിൽ പ്രണീത ഏതെങ്കിലും ഒരു സാധനം എന്തുകൊണ്ട് ഇവിടെ വെക്കണം എന്ന് പറയാൻ, ഇവിടെയാണ് വെക്കേണ്ടതെന്ന് പറയും. എന്തുകൊണ്ടെന്ന് പറയാൻ വേണ്ടി ഒരു കഥ പറയും. ആ കഥയിൽ ചിലപ്പോൾ ചില വാക്കുകളുടെയൊക്കെ നിരുക്തി പറയും, എറ്റിമോളജി. എന്നിട്ട് അവസാനം ഇതിലേക്ക് വരും. അങ്ങനെയാണ്. അപ്പൊ പെരുത്തത് എന്നുള്ള ഒരർത്ഥം കൂടി ബ്രാഹ്മണ ശബ്ദത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വൈദ്യ സാഹിത്യത്തില് പെരുത്ത സാഹിത്യം തന്നെയാണ് ബ്രാഹ്മണങ്ങളുടേത്. ഇനി ബ്രാഹ്മണങ്ങൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, യാഗങ്ങളെ മനസ്സിലാക്കാൻ, യാഗങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന പുസ്തകങ്ങളാണ് ബ്രാഹ്മണങ്ങൾ. അതായത് നമ്മളിപ്പോ പലതരം യാഗങ്ങൾ, ഇപ്പൊ അടുത്ത കാലത്ത് ഇവിടെ ഒരു യാഗം നടന്നു, സോമയാഗം, തൃശ്ശൂർ മണ്ണുത്തിയില്. അതുപോലെ പലതരം യാഗങ്ങളുണ്ട്, അശ്വമേധം, വാജപേയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ ഈ യാഗങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ബ്രാഹ്മണങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെ ചെയ്യണം, ഓരോ ക്രിയ കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള പറയുന്ന വേറെ പുസ്തകങ്ങളുണ്ട്. അതിനെന്താ പറയാ, കൽപ്പസൂത്രങ്ങൾ, പ്രാക്ടിക്കൽ ഗൈഡ് ബുക്സ് ആണ്. പ്രായോഗികമായിട്ട് യാഗം ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്, ദീക്ഷണീയേഷ്ടി കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത്, പ്രവർഗ്യം കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത്, ഉപസത്ത് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ക്രമമായിട്ട് പറയുന്ന പുസ്തകങ്ങൾ, അത് വേറെ, അത് കൽപ്പസൂത്രങ്ങൾ. ആ പുസ്തകങ്ങളും ആരെയാണ് ആശ്രയിക്കുന്നത്? ബ്രാഹ്മണ ഗ്രന്ഥങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബ്രാഹ്മണം, ഇതിഹി ബ്രാഹ്മണം എന്ന് കൽപ്പസൂത്രങ്ങളിൽ പറയും. യാഗത്തെ എങ്ങനെ നിർവഹിക്കണം എന്ന് പറയുന്ന കൽപ്പസൂത്രത്തിലെ ഭാഗത്തിന് ശ്രൗതസൂത്രം എന്ന് പേര്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത് മന്ത്രവ്യാഖ്യാനങ്ങളാണ്, തടിച്ച പുസ്തകങ്ങളാണ്, യാഗങ്ങളുടെ പ്രൈമറി സോഴ്സ് ആണ്. യാഗം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ വിധികളൊക്കെ എവിടെയാണുള്ളത്? ബ്രാഹ്മണങ്ങളിലാണ്. ഇനി വേറൊരു തരത്തിലും കൂടി ബ്രാഹ്മണങ്ങൾക്കൊരു പ്രാധാന്യം ഉണ്ട്, മുമ്പ് പറയാത്ത ഒരു പോയിന്റ്. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുക മന്ത്രങ്ങളൊക്കെ ഉണ്ടായ ശേഷം ബ്രാഹ്മണങ്ങൾ ഉണ്ടായി, അതായത് മന്ത്രവ്യാഖ്യാനങ്ങളാണല്ലോ, മന്ത്രം ഉണ്ടായ ശേഷം അതിനെ വ്യാഖ്യാനിക്കുക. അങ്ങനെയാണല്ലോ. കവിത ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിരൂപകന്മാർ വരും, സഹൃദയന്മാർ വരും, അതിനെ വ്യാഖ്യാനിക്കും. അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പല സ്ഥലങ്ങളിലും ബ്രാഹ്മണങ്ങൾ മന്ത്രത്തിന് മുമ്പേ ഉള്ള ഒരു അനുഷ്ഠാന പാരമ്പര്യത്തിന്റെ, ഒരു ധൈഷണിക പാരമ്പര്യത്തിന്റെ പല ധാരകളും കാത്തു സൂക്ഷിക്കുന്നു. അപ്പൊ പ്രാഗ് ഋഗ്വേദ ആയിട്ടുള്ള, പ്രാഗ് ആർച്ചമായിട്ടുള്ള, അതായത് ഋഗ്വേദത്തിലെ സമാഹരിക്കപ്പെട്ട മന്ത്രങ്ങളിൽ കാണുന്ന ആശയങ്ങൾക്ക് മുമ്പുള്ള ആശയങ്ങൾ പോലും എവിടെയുണ്ട്? ബ്രാഹ്മണങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതില് ഈ വ്യാഖ്യാനങ്ങളിൽ അതിൻ്റെ സ്വഭാവം എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സങ്കീർണമാണ്. പലതും ഒന്നിച്ച് പറയുന്ന, കൂട്ടിക്കുഴച്ച് പറയുന്ന ഒരു രീതിയാണ്. ഞാൻ ആ ചന്ദ്രക്കുറുക്കളുടെ കാര്യം പറഞ്ഞ പോലെ ചില അധ്യാപകർ ഒരുപാട് വിവരം ഉണ്ടാവും. അപ്പൊ അവര് ആശയങ്ങളുടെ തള്ളിച്ചയിൽ എന്തൊക്കെയോ പറയും, എന്തൊക്കെയോ അല്ല, അവരുടെ ദൃഷ്ടിയിൽ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ പാവം മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല.
അങ്ങനെയുള്ള സങ്കീർണത ഇതിന്റെ സ്വഭാവമാണ്. മറ്റൊന്ന്, ധാരാളം പുരാവൃത്തങ്ങൾ, ആഖ്യാനങ്ങൾ, ഉപാഖ്യാനങ്ങൾ ഒക്കെ ബ്രാഹ്മണങ്ങളിലുണ്ട്. അതായത് കഥകൾ. ഇപ്പോ ഉർവശിയുടെയും പുരൂരവസിന്റെയും കഥ വളരെ പുരാതനമായിട്ടുള്ള ഒരു കഥയാണ്. അതുപോലെ മനുവിന് പ്രളയത്തിൽ ഒരു മത്സ്യമായിട്ട് ഭഗവാൻ വന്ന് അയാളെ ഒരു ബോട്ടിൽ കയറ്റിയിരുത്തി, കപ്പലിൽ കയറ്റിയിരുത്തി പ്രളയജലം കാണിച്ചു കൊടുത്ത കഥ, അത് ഒരു പുരാവൃത്തമാണ്. അത് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, ഇന്ത്യക്ക് പുറത്തും ഈ ഒരു പുരാവൃത്തം ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. ഇതുപോലുള്ള ഒരു പുരാവൃത്തങ്ങൾ, ഒരുപാട് കഥകൾ. ശുനശേഖരന്റെ കഥ, പിന്നെ പലതരം ആഖ്യാനങ്ങൾ. ചിലതൊക്കെ നമ്മൾ ഇപ്പൊ നക്ഷത്രം, മകയിരം നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, അതിനെക്കുറിച്ചൊക്കെ കഥയുണ്ട്. രസകരമായ കഥകളാണ്. അപ്പൊ ഈ കഥകൾ ധാരാളം പറയും. പിന്നെ നിരുക്തി കാണാം, ഓരോ വാക്കിന്റെയും എങ്ങനെ ആ വാക്കുണ്ടായി എന്നുള്ളത്. ഇപ്പോ ഉദാഹരണത്തിന് പിന്നീട് സമയം കിട്ടിയാൽ ഞാൻ വർണ്ണിക്കുന്നുണ്ട്, അല്ല വിസ്തരിക്കുന്നുണ്ട്. ദധി എന്നൊരു വാക്ക്, എന്താർത്ഥം? തൈര്. ഇതെങ്ങനെയാ തൈരിനെ കുറിക്കാൻ ദധി എന്നുള്ള വാക്ക് എങ്ങനെയാ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷിപ്പിക്കുന്നത് എന്നാണ്. പാല് കുടിച്ചാൽ കിട്ടുന്നതിനേക്കാളും സന്തോഷം, നല്ല കറന്ന ഫ്രഷ് പശുവും പാല്, പച്ച പാല് കുടിക്കുമ്പോഴുള്ള സന്തോഷത്തെക്കാളും ചിലപ്പോൾ കാച്ചിയ പാലിൽ കുറച്ച് മധുരം ചേർത്ത് കുടിക്കുമ്പോഴായിരിക്കും. അതിനേക്കാളും സന്തോഷം ചിലപ്പോൾ നല്ലപോലെ ഉറയഴിച്ച് നല്ല പാത്രത്തിൽ ക്ലീൻ ആയിട്ട് കാച്ചി നല്ലപോലെ ഉറയഴിച്ച് വെച്ച് പിറ്റേ ദിവസം കട്ട തൈര്. ധയനം ചെയ്യുന്നത് എന്തോ അത് ദധി. ധയനം ചെയ്യാന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുക എന്നർത്ഥം. അതിനൊരു കഥയൊക്കെ ഉണ്ട്, നമുക്ക് സമയം കിട്ടിയാൽ നോക്കാം. അപ്പൊ ഇങ്ങനെ നിരുക്തികൾ ധാരാളം പറയും. വേറെ ഒരു നിരുക്തി അത്രി, നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രി മഹർഷി, അത്രി മനസ്സോയും കേട്ടിട്ടുണ്ടല്ലോ. അത്രി എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കഥ. ആ കഥ വേണമെങ്കിൽ ഇപ്പൊ പറയാം, പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ അപ്പോഴും പറയാം. വളരെ ഗംഭീരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ കഥയിലൂടെ പറയുന്നത്. അതായത് വാക്കിനാണോ, നമ്മൾ ഭാഷയായിട്ട് ഉച്ചരിക്കുന്ന വാക്കിനാണോ വില കൂടുതൽ, വെയിറ്റ് കൂടുതൽ, അതോ അതിനു മുമ്പുള്ള നമ്മളുടെ ചിന്തക്കാണോ? വാക്കിനാണോ മനസ്സിനാണോ പ്രാധാന്യം കൂടുതൽ എന്ന് വാക്കും മനസ്സും തമ്മിലൊരു മത്സരം ഉണ്ടായി. വാക്ച മനശ്ച ആർത്തിയേതാം, വാക്കും മനസ്സും പരസ്പരം സ്പർദ്ധിച്ചു. അപ്പോ ഇവർ മത്സരം മൂത്തപ്പോ തീർപ്പ് കേൾപ്പിക്കാൻ ഒരാൾ വേണ്ടേ? അപ്പൊ പ്രജാപതിയുടെ അടുത്ത് പോയി. പ്രജാപതിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മത്സരം വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഞാനല്ലേ ഉച്ചരിക്കുന്നത്, ഞാനല്ലേ ആശയത്തെ വെളിവാക്കുന്നത്, ഞാനാണ് എന്ന് വാക്ക്. മനസ്സ് പറഞ്ഞു, ഈ വാക്ക് പറയുന്ന ആശയം ഉണ്ടാവാൻ ഞാൻ ആദ്യം സങ്കല്പിക്കണ്ടേ, ഞാനത് ആശയത്തെ രൂപപ്പെടുത്തട്ടെ, എന്നല്ലേ ഇവൾക്ക് ഉച്ചരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എനിക്കാ മിടുക്ക് കൂടുതൽ, ഞാനാണ് കേമത്തെ, എനിക്കാ കൂടുതൽ. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു തർക്കം തീർത്തരണമെന്ന് പറഞ്ഞപ്പോ പ്രജാപതി ഉടനെ പറഞ്ഞു, എന്താ അതിനെന്താ സംശയം? മനസ്സാണ് ചിന്തിക്കുന്നത്, മനസ്സ് ചിന്തിച്ചില്ലെങ്കിൽ വാക്കിന് ഉച്ചരിക്കാൻ കഴിയില്ല. അപ്പൊ മനസ്സിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞപ്പോ വാക്കിന് വല്ലാതെ ദേഷ്യം വന്നു. ഇനി മേലാൽ പ്രജാപതി എന്ന ദേവതയ്ക്ക് ഹവിസ് അർപ്പിക്കുമ്പോൾ ഞാൻ വരില്ല അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ പ്രജാപതിയെ സ്വാഹ എന്ന് പ്രജാപതിക്ക് ഹവിസ് അർപ്പിക്കുമ്പോൾ വാക്കുകൊണ്ട് പറയാറില്ല യാജ്ഞികര്. വെറുതെ വായടച്ച് പിടിച്ചിട്ട് ഒഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോ കഥ എവിടെ തീർന്നില്ല. വാക്കിന് വല്ലാതെ സങ്കടമായി, തോറ്റല്ല. അപ്പോ വയറ്റിലുണ്ടായിരുന്ന ഗർഭം അത് പുറത്തേക്ക് വന്നു, പൂർണ്ണ വളർച്ചയായിട്ടില്ല. അപ്പൊ അതിനെന്ത് ചെയ്തു? വാക്ക് ഒരു ഇതില് തുകൽ സഞ്ചിയിൽ ഇട്ട് വെച്ചു. എന്നിട്ട് ആ ഗർഭം വളരുന്നുണ്ടോ, കുട്ടിയായോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കും. എന്നിട്ട് ചോദിക്കും, ഇടോ നീ അവിടെ ഉണ്ടോ എന്ന് ആ ഗർഭത്തിനുള്ള കുഞ്ഞിനോട് ചോദിക്കും. അത്രൈവത്യാ, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ ഉണ്ടായ കുട്ടിക്ക് എന്ത് പേര് വന്നു? അത്രി എന്ന് പേര് വന്നു. അപ്പൊ അത്രി എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളതിന് ഒരു നിരുക്തി പറയാണ്. ഇങ്ങനെ തൈരിനും കഥയുണ്ട്, കഥ പിന്നീട് നോക്കാൻ നമുക്ക്. ഇങ്ങനെ പല വിഷയങ്ങളും പറയും. അപ്പൊ ഇതിന്റെ വിഭ്രാമകത പറയാൻ വേണ്ടിയിട്ട് ശതപഥം എന്നൊരു ബ്രാഹ്മണനുണ്ട്, യജുർവേദത്തിന്റെ ബ്രാഹ്മണനാണ്. അത് തന്നെ ബ്രാഹ്മണൻ തന്നെ ബ്രാഹ്മണങ്ങളുടെ ഒരു സാഹിത്യത്തിന്റെ ഒരു വല്ലാത്തൊരു കുഴക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ ബ്രാഹ്മണങ്ങൾ ഒരു പഠനം എന്നുള്ള പുസ്തകത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു മലയാളം വിവർത്തനം ഞാൻ വായിക്കാം, ചെറിയൊരു പാരഗ്രാഫാണ്.
യാഗക്രിയകളുടെ സങ്കീർണതയെക്കുറിച്ചും വിഭ്രാമകതയെക്കുറിച്ചും പ്രധാനപ്പെട്ട ബ്രാഹ്മണ ഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണം തന്നെ ഇങ്ങനെ പറയുന്നു. ഇതെന്റെ വാക്ക്. ഇനി ശതപഥ ബ്രാഹ്മണത്തിന്റെ വാക്കുകളാണ്, അതിന്റെ മലയാളം വിവർത്തനം. ഇവ യാഗത്തിന്റെ മരുഭൂമികളും കൊടുങ്കാടുകളുമാണ്. ഇവ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണങ്ങൾ. നൂറുകണക്കിന് ദിവസങ്ങൾ രഥചാരം നടത്തിയാൽ മാത്രമേ ഇവയെ താണ്ടാനാകൂ. ഇവിടെ കടക്കുന്ന അജ്ഞന്മാർ, ഗഹന വനാന്തരങ്ങളിൽ കുടുങ്ങിയ കാടറിയാത്തവർ, വിശപ്പും ദാഹവും രക്ഷസുകളുടെ ആക്രമണവും കൊണ്ട് എന്ന പോലെ വലയും. വിദ്വാൻമാരാകട്ടെ ഒരു വിശ്രമ കേന്ദ്രത്തിൽ നിന്നും മറ്റൊന്നിലേക്ക്, ഒരു ദേവതയിൽ നിന്നും മറ്റൊരു ദേവതയിലേക്ക്, ഒരു നദിയിൽ നിന്നും മറ്റൊരു നദിയിലേക്ക് എന്ന പോലെ സുഖമായി സംക്രമിക്കുകയും സ്വർഗം നേടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വിഭ്രാമകമായിട്ടുള്ള ഭാവനയും കാടുകയറിയ ചിന്തകളുമാണ് ഉള്ളതാണ്. പക്ഷെ ഇത് ബുദ്ധിമാന്മാർക്ക് അത് രസിക്കാൻ പറ്റും. മുമ്പ് പറഞ്ഞ പോലെ അതിബുദ്ധിമാനായിട്ടുള്ള ആചാര്യൻ ക്ലാസ് എടുക്കുമ്പോൾ, അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോഴാണ് അതിബുദ്ധിമാനായിട്ടുള്ള ശിഷ്യൻ ഉത്സാഹം കൂടുക. മറ്റു അധ്യാപകരൊക്കെ വന്നു കഴിഞ്ഞാൽ ശരാശരിക്കാർക്ക് വേണ്ടി പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. നാടകീയമായിട്ടൊക്കെ പറയും. ശാകുന്തളം പഠിപ്പിക്കും, നാടകീയമായി പഠിപ്പിക്കണമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ശരാശരിക്കാർക്ക് അയാളാണ് ഇഷ്ടാവുക. പക്ഷെ അതിബുദ്ധിമാന്മാർക്ക് ശാകുന്തളം പഠിപ്പിക്കുമ്പോൾ ഷേക്സ്പിയറെ പറയണം, ഈറ്റ്സ് പറയണം, ഗ്രീസിന്റെ പുരാതന ചരിത്രം പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് അവർക്ക് ഇഷ്ടാവുക. ഇപ്പോൾ പുതിയ പുതിയ കവികളുടെ കവിതകൾ പറയണം, നാടകങ്ങൾ പറയണം, നാടകത്തിന്റെ ചരിത്രം പറയണം. ഇതെല്ലാം അങ്ങനെ അവിടെയും ഇവിടെ ആയിട്ട് ആശയങ്ങൾ വാരി വിതറുമ്പോൾ, ചാടി കയറി പോകുമ്പോഴാണ് ഇഷ്ടാവുക. ഇതുപോലെ വിദ്വാൻമാർക്ക് ബ്രാഹ്മണങ്ങൾ എളുപ്പം മനസ്സിലാവുന്നതാണ്. അതിൽ നിന്ന് ഒരുപാട് കിട്ടുന്നതാണ് ശതപഥ ബ്രാഹ്മണം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് ബ്രാഹ്മണങ്ങൾ എന്നുള്ള പുസ്തകങ്ങൾ, സാഹിത്യത്തെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെട്ട് മുമ്പോട്ട് പോവാം. ഓരോ വേദത്തിനും ബ്രാഹ്മണങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അങ്ങനെ 4 വേദങ്ങളാണല്ലോ. 4നും ബ്രാഹ്മണങ്ങളുണ്ട്. ഋഗ്വേദ സംഹിതയ്ക്ക് 2 ബ്രാഹ്മണങ്ങളാണ് ഉള്ളത്. ഐതരേയ ബ്രാഹ്മണം, കൗശീതകി ബ്രാഹ്മണം. ഐതരേയ ബ്രാഹ്മണം, ഐതരേയൻ എഴുതിയ ബ്രാഹ്മണം. ഐതരേയൻ ഒരാളുടെ പേര്, അത് വിളിപ്പേരാണ്. ഇതരയുടെ മകൻ എന്നാണ് അർത്ഥം, മറ്റവളുടെ മകൻ എന്നാണ് അർത്ഥം. അതായത് ഒരു ഋഷിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുവളോട് കൂടുതൽ പ്രിയമുണ്ടായിരുന്നു. മറ്റവളെ മറ്റവൾ എന്ന് വിളിച്ചിരുന്നു. അവളുടെ മകനാണ് ഐതരേയൻ എന്നൊക്കെയാണ് കഥ. കഥയൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ആ ബ്രാഹ്മണങ്ങൾ ഒരു പഠനം എന്നുള്ള പുസ്തകം എടുത്ത് നോക്കിയാൽ കാണും. ഷഡ്ഗുരു ശിഷ്യൻ എന്ന ഒരു മലയാളി ഐതരേയ ബ്രാഹ്മണത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിൽ കൂടുതലായിട്ട് ആ കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഷഡ്ഗുരു ശിഷ്യന്റെ ഐതരേയ ബ്രാഹ്മണത്തിന്റെ വ്യാഖ്യാനത്തിൽ. ഈ ഐതരേയ ബ്രാഹ്മണത്തിൽ 40 അധ്യായങ്ങളാണ് ഉള്ളത്. അതിനെ 8 പഞ്ചികകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഋഗ്വേദത്തിൽ 10 മണ്ഡലം പറയില്ലേ, ഋഗ്വേദ സംഹിതയിൽ, അതുപോലെ ഇവിടെ 8 പഞ്ചികകൾ. ഋഗ്വേദത്തിൽ 10 മണ്ഡലം എന്ന് പറയുന്നത് നമ്മളുടെ രീതി. നമ്മുടെ നമ്പൂരിമാരോടൊക്കെ ചോദിച്ചാൽ ഇപ്പൊ ഏത് മണ്ഡലത്തിൽ എത്രാമത്തെ സൂക്തമാണ് ചൊല്ലുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഇത് 7ാം വട്ടത്തിലെ 62ാമത്തെ വർക്കം എന്ന് പറയും. അപ്പൊ അവർക്ക് മണ്ഡലം, സൂക്തം എന്നുള്ള വിഭാഗം അറിയില്ല. അവർക്ക് എന്താ അറിയാം? അഷ്ടകം. ഋഗ്വേദത്തിൽ 8 അഷ്ടകമാണ് ഉള്ളത്. 8 അഷ്ടകം. അപ്പൊ ഒരു അഷ്ടകത്തിൽ 8 അധ്യായങ്ങൾ ഉണ്ടാവും. അഷ്ടകം എന്ന് വെച്ചാൽ 8 എണ്ണം ഉള്ളത്. അങ്ങനെ എത്തണം. അപ്പൊ 64 അധ്യായങ്ങൾ. അതേപോലെ 40 അധ്യായങ്ങളെ 8 പഞ്ചികകളായിട്ട്, പഞ്ചിക എന്ന് വെച്ചാൽ 5 എണ്ണമുള്ള ഒരു സെറ്റ്, 8 പഞ്ചികകളായി തിരിച്ചിരിക്കുന്നു. അങ്ങനെ 40 അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഹ്മണമാണ്. അതായത് വൈദിക സാഹിത്യം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളെ മാറ്റി നിർത്തിയിട്ട് വൈദിക സാഹിത്യത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളത് ഋഗ്വേദത്തിന് തന്നെയാണ്, ഋഗ്വേദ സംഹിത. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യമുള്ളത് ശതപഥ ബ്രാഹ്മണമാണ്, യജുർവേദത്തില്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യമുള്ളത് ഐതരേയ ബ്രാഹ്മണം. ഐതരേയ ബ്രാഹ്മണത്തിൽ ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. നമുക്ക് സമയം കിട്ടിയാൽ അതൊക്കെ ഇടയ്ക്ക് ഏതെങ്കിലും ഒന്നും ഒക്കെ നോക്കാം.
മറ്റേത് രണ്ടാമതൊരു ബ്രാഹ്മണൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കൗശീതക്കി ബ്രാഹ്മണം. ചിലർ പറയുന്നത് ഐതരേയത്തെക്കാളും പഴക്കം കുറവാണ് കൗശീതക്കി എന്നാണ്. കൗശീതക്കി ബ്രാഹ്മണം എന്നും കൗശീതക്ക ബ്രാഹ്മണം എന്നും പേരുണ്ട്. വേറൊരു പേര് കൂടിയുണ്ട്, ശാഖായന ബ്രാഹ്മണം. ഇതിൽ 30 അധ്യായങ്ങളാണുള്ളത്. ഈ ബ്രാഹ്മണങ്ങളിലെല്ലാം തന്നെ പ്രധാന വിഷയം യാഗങ്ങളാണ് കേട്ടോ. യാഗങ്ങളല്ലാത്ത ചില വിഷയങ്ങളും വരും, പ്രധാന വിഷയം യാഗങ്ങളാണ്. ഇത് ഋഗ്വേദത്തിന്റെ ബ്രാഹ്മണങ്ങൾ, ഐതരേയവും കൗശീതകവും അല്ലെങ്കിൽ ശാഖായനവും. യജുർവേദത്തിന്റെ ബ്രാഹ്മണങ്ങൾ യജുർവേദത്തെ രണ്ടായി തിരിക്കാറുണ്ടല്ലോ, ശുക്ലമെന്നും കൃഷ്ണമെന്നും. ശുക്ല യജുർവേദത്തില് സംഹിത മന്ത്രങ്ങളുടെ സമാഹാരത്തിന് എന്താ പേര്? വാജസനേയ സംഹിത. അത് മാത്രമേ ഇന്ന് കിട്ടാനുള്ളൂ, വാജസനേയ സംഹിത. ഒരുപാട് യജുർവേദത്തിന് ശാഖകൾ ഉണ്ടായിരുന്നു, പാഠഭേദങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കിന്ന് വാജസനേയ സംഹിതയെ കിട്ടാനുള്ളൂ. അതുപോലെ കൃഷ്ണ യജുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഹിതയാണ് തൈത്തിരീയ സംഹിത. അതല്ലാതെ വേറെയും 2-3 സംഹിതകൾ കൂടി ഒന്ന് കിട്ടാനുണ്ട്. തൈത്തിരീയ സംഹിത. അപ്പൊ യജുർവേദത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, ശുക്ലമെന്നും കൃഷ്ണമെന്നും. ഇത് രണ്ടായി തിരിക്കാൻ കാരണം ഒന്ന് സമ്മിശ്രമാണ്. കൃഷ്ണം എന്ന് പറഞ്ഞാൽ അഴുക്ക് പുരണ്ടതാണ്, കറുത്തതാണ്, അഴുക്ക് പുരണ്ടതാണെന്നുള്ള അർത്ഥമാണ്. എന്താണ് അഴുക്ക്? മന്ത്രങ്ങളുടെ ഇടയിൽ ബ്രാഹ്മണങ്ങളും കയറി വരുന്നു. മന്ത്രങ്ങൾ മാത്രമല്ല, മന്ത്രങ്ങളുടെ ഇടയിൽ ബ്രാഹ്മണങ്ങൾ മന്ത്രവ്യാഖ്യാനങ്ങളും കയറി വരുന്നു, കൂടി കുഴഞ്ഞു കിടക്കുന്നു. ചപ്പാത്തി മാവ് ഉരുട്ടി പരത്താൻ നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ കപ്പലണ്ടി നിലക്കടവയുടെ ഓരോന്ന് അവിടെ കിടക്കാറുണ്ട്. അത് ശരിയാവില്ലല്ലോ, അങ്ങനെ കിടന്നാൽ ശരിയാവില്ല. അപ്പൊ അത് മാറ്റിയെടുക്കണം. അതുപോലെ മന്ത്രങ്ങളുടെ ഇടയിൽ ബ്രാഹ്മണങ്ങളും കൂടി കയറി ഇരിക്കുന്നു കൃഷ്ണ യജുർവേദത്തിൽ. ശുക്ല യജുർവേദത്തിൽ അങ്ങനെയല്ല. വാജസനേയ സംഹിത മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ബ്രാഹ്മണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അതല്ലാതെയും വേറെ ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്, കൃഷ്ണമെന്നും ശുക്ലമെന്നും പറയാൻ. അതിരിക്കട്ടെ, ശുക്ല യജുർവേദത്തിനും കൃഷ്ണ യജുർവേദത്തിനും ഒരുപാട് ശാഖകൾ പറയാറുണ്ടെങ്കിലും 2 സംഹിതകളാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഒന്ന് വാജസനേയ സംഹിത ശുക്ല യജുർവേദത്തിന്റെ, കൃഷ്ണ യജുർവേദത്തിന്റെ തൈത്തിരീയ സംഹിത. സാധാരണ ആൾക്കാര് യജുസ് സംഹിത എന്ന് പറഞ്ഞാൽ വാജസനേയ സംഹിത അങ്ങനെയാണ് വിചാരിക്കുക. പുസ്തകങ്ങളുടെ പേര് പോലെ അങ്ങനെ എഴുതും. യജുർവേദ സംഹിത എന്ന് എഴുതിയിട്ട് അത് വാജസനേയ സംഹിത ആയിരിക്കും. അങ്ങനെ പറഞ്ഞുകൂടാ, നമ്മൾ എടുത്തു പറയണം. വാജസനേയ സംഹിത എന്ന് പറയണം, അല്ലെങ്കിൽ ശുക്ല യജുസ് സംഹിത എന്ന് പറയണം. അപ്പോ അതിരിക്കട്ടെ, നമ്മൾ പറഞ്ഞ എന്താണ്? യജുർവേദത്തിന്റെ ബ്രാഹ്മണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ശതപഥ ബ്രാഹ്മണം, അത് വാജസനേയ സംഹിതയാണ്. ശുക്ല യജുർവേദത്തിന്റെ ബ്രാഹ്മണത്തിന്റെ പേരെന്താണ്? ശതപഥ ബ്രാഹ്മണം. 100 വഴികളുള്ളത് എന്നാണ് ശതപഥം എന്നുള്ള വാക്കിന്റെ അർത്ഥം. പന്ഥാഹ വഴി, മാർഗം. ശതപഥം 100 പന്ഥാക്കളുള്ളത്. 100 അധ്യായങ്ങളാണുള്ളത്. വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു ബ്രാഹ്മണമാണ്. അതിനെ 14 കാണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിൽ തന്നെ ഈ ശതപഥ ബ്രാഹ്മണത്തിൽ തന്നെ 2 പാഠം കിട്ടാനുണ്ട്. ആദ്യന്തിനം എന്നും കാണ്വം എന്നും. ആദ്യന്തിനം എന്നും കാണ്വം എന്നും. ഈ ശതപഥ ബ്രാഹ്മണത്തിന്റെ അവസാനത്തെ ഭാഗമാണ് ബൃഹദാരണ്യകോപനിഷത്ത്. ബൃഹദാരണ്യകോപനിഷത്ത് ബൃഹത്തായിട്ടുള്ള ആരണ്യകം, ബൃഹത്തായിട്ടുള്ള ഉപനിഷത്ത്, ആരണ്യകത്തിലെ ഉപനിഷത്ത്, ബൃഹത്തായിട്ടുള്ള ആരണ്യകത്തിലെ ഉപനിഷത്ത്, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോ ഈ ബൃഹദാരണ്യകോപനിഷത്ത് ശതപഥ ബ്രാഹ്മണത്തിന്റെ അവസാന ഭാഗത്തിലാണ് വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ്. ഗ്രന്ഥശരീരം കൊണ്ട് ഏറ്റവും വലുപ്പം കൂടിയ 2 ഉപനിഷത്തുകളാണ് ഉള്ളത്. ഒന്ന് ഈ ബൃഹദാരണ്യകം, 2 സാമവേദത്തിന്റെ ബ്രാഹ്മണമായിട്ടുള്ള ഛാന്തോഗ്യ ബ്രാഹ്മണം, ഛാന്തോഗ്യ ഉപനിഷത്ത്. ഇതിൽ ഏറെ രസകരമായിട്ടുള്ള വസ്തുത, ഛാന്തോഗ്യത്തിലും ബൃഹദാരണ്യകത്തിലും പല മന്ത്രങ്ങളും ഇവിടെയുള്ള അവിടെയും കാണാം, അവിടെയുള്ള ഇവിടെയും കാണാം. ഒരുപാട് കഥകളുമുണ്ട്, ഒരുപാട് വിസ്തരിച്ചിട്ടുള്ളതാണ്, ഉപാസനകള്, അങ്ങനെ പോട്ടെ. അപ്പൊ ബൃഹദാരണ്യകം എന്നുള്ള ഉപനിഷത്ത് ശതപഥ ബ്രാഹ്മണത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോ ശതപഥ ബ്രാഹ്മണത്തിന്റെ കഥ പറഞ്ഞു. ഇതിലൊക്കെ ഒരുപാട് കഥകൾ, അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, ചുരുക്കി പറഞ്ഞുകൊണ്ട് പോവാണ്.
തൈത്തിരീയ ബ്രാഹ്മണം, അത് കൃഷ്ണയജുർവേദത്തിലെ തൈത്തിരീയ സംഹിതയുടെ ബ്രാഹ്മണമാണ്. അതിനെ 3 അഷ്ടകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3 അഷ്ടകങ്ങൾ. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 അധ്യായങ്ങളുള്ളത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. ഒന്നാമത്തെ അഷ്ടകത്തിൽ 8 ഉള്ളത്, രണ്ടാമത്തിൽ 8 തന്നെയാണുള്ളത്, മൂന്നാമത്തേൽ മാത്രം എത്രയാ? 9 ഉണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ട് തൈത്തിരീയ ആരണ്യകമുണ്ട്. തൈത്തിരീയ ആരണ്യകത്തിൽ 10 അധ്യായങ്ങളുണ്ട്. ഈ തൈത്തിരീയ ആരണ്യകത്തിലെ 7, 8, 9, 3 അധ്യായങ്ങളാണ് തൈത്തിരീയ ഉപനിഷത്ത് എന്നറിയപ്പെടുന്നത്. അപ്പോ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? തൈത്തിരീയ ബ്രാഹ്മണത്തില് 8, 8, 9, 16, 9, 25 അധ്യായങ്ങൾ. പിന്നെ 10 അധ്യായങ്ങള് തൈത്തിരീയ ആരണ്യകത്തിൽ എന്ന് പറഞ്ഞല്ലോ. ഇതില് ഒരു രസകരമായ സംഗതി കാണുന്നത്, നമ്മളൊന്നും കണ്ടതല്ല, മുമ്പേ ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, പാരമ്പര്യം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തൈത്തിരീയ ബ്രാഹ്മണത്തില്, ആരണ്യത്തിലല്ലാതെ ചില അധ്യായങ്ങള് വേറെ ഒരു ശാഖയിൽ നിന്നും, അതായത് കൃഷ്ണയജുർവേദത്തിന് തന്നെ കഠശാഖയിൽ നിന്നും കയറി വന്ന മന്ത്രങ്ങളുണ്ട്. പക്ഷെ അത് തൈത്തിരീയ ബ്രാഹ്മണത്തിന്റെ ഭാഗമായിട്ടാണ് പഠിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഭാഗങ്ങളെ കാഠക ശാഖ എന്ന് പരമ്പരയിൽ വന്നവരങ്ങനെയാണ് വിളിക്കുന്നത്. 5 അധ്യായങ്ങളുണ്ട് എന്നൊക്കെ ഭട്ടഭാസ്കരനും സായനും ഒക്കെ പറയുന്നുണ്ട്. കാഠകം എന്ന് 3 അധ്യായങ്ങൾ. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞതിലോ ഒരു ചെറിയ മാറ്റം കൂടി വരുത്തണം. അതായത് 3 അഷ്ടകങ്ങൾ, 3ാമത്തെ അഷ്ടകത്തിൽ 9 അധ്യായം, ആരണ്യകം 10 അധ്യായങ്ങൾ, അതുകൂടാതെ കാഠകം എന്ന് 3 അധ്യായങ്ങൾ. അപ്പൊ 25, 10, 35, 3, 38 അധ്യായങ്ങൾ. അതിൽ 5 അധ്യായങ്ങളോളം കഠശാഖയിൽ നിന്ന് വന്നതാണ്. പക്ഷെ അതിൽ 3 അധ്യായത്തെ മാത്രം കാഠകം എന്ന് വിളിക്കാറുണ്ട് പരമ്പര. അപ്പോ പറഞ്ഞു വന്നത് എന്താണ്? തൈത്തിരീയ ബ്രാഹ്മണത്തില് കുറെ അധ്യായങ്ങൾ വേറെ ശാഖയിൽ നിന്നും കടന്നു വന്നതായിട്ട് അത് പാരമ്പര്യം തന്നെ പറയുന്നുണ്ട്. സായണനും ഭട്ടഭാസ്കരനും ഒക്കെ പറയുന്നുണ്ട്. വൈദികരും ആ ഭാഗങ്ങളെ കാഠകം എന്നാണ് വിളിക്കുക. കാഠക പ്രശ്നം അധ്യായത്തിന് അവര് പ്രശ്നം എന്നും പ്രപാഠകം എന്നും ഒക്കെയാ പറയാ. കാഠക പ്രശ്നം എന്ന് പറയും. ഇതില് തൈത്തിരീയ ബ്രാഹ്മണത്തില് ശതപഥ ബ്രാഹ്മണവും തൈത്തിരീയ ബ്രാഹ്മണവും തമ്മിൽ ഒരു വല്ലാത്ത അടി പോലെയാ, പരസ്പര സ്പർദ്ധ പോലെയാ. പല കാര്യങ്ങൾക്കും അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പറയും. അവരങ്ങനെ പറയുന്നു, ചിലരിങ്ങനെ പറയുന്നു, ചിലർ സൂര്യൻ ഉദിച്ചതിന് ശേഷം അഗ്നിഹോത്രം ചെയ്യണമെന്ന് പറയുന്നു, ചിലർ ഉദിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് പറയുന്നു. ഇതാണ് ശരിക്കും വേണ്ടതെന്ന് ഒരു കൂട്ടർ ഇത് പറയും, മറ്റേ കൂട്ടർ അതെന്ന് പറയും. ഇങ്ങനെ പരസ്പര സ്പർദ്ധയുണ്ട് തൈത്തിരീയ ബ്രാഹ്മണത്തിലും ശതപഥ ബ്രാഹ്മണത്തിലും തമ്മില്. അത് ശതപഥത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊന്നും പറയില്ല. ചിലരിങ്ങനെ പറയുന്നു, ചിലരിങ്ങനെ അഭിപ്രായപ്പെടുന്നു എന്ന് പറയും. അതുപോലെ ഇവരും പറയും, ചിലരിങ്ങനെ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു പല കാര്യങ്ങളിലും വിവാദമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, യാഗക്രിയകൾ അതിന്റെ അനുഷ്ഠാനങ്ങൾ രൂപപ്പെട്ടു വരുന്ന കാലത്തിലെ ധൈഷണികമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു രേഖപ്പെടുത്തലുകൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പല ചർച്ചകൾ, സംവാദങ്ങൾ, വിവാദങ്ങൾ ഉള്ളതൊക്കെ അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പല സ്ഥലത്തും ബ്രാഹ്മണങ്ങളില് മീമാംസ എന്നുള്ള വാക്ക് നമ്മൾ കാണാം. ഇതി മീമാംസന്തേ ബ്രഹ്മവാദിന എന്ന് പറയും. മീമാംസന്തേ എന്ന് പറഞ്ഞാൽ എന്ന് ചർച്ച ചെയ്യുന്നു, എന്ന് സംശയിക്കുന്നു. ഇവരിങ്ങനെ പറയുന്നു, അവരിങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, അവരിങ്ങനെ പറയുന്നു, അവർ ചർച്ച ചെയ്യുന്നു, മീമാംസ ചെയ്യുന്നു. ഇതി മീമാംസന്തേ ബ്രഹ്മവാദിന. മീമാംസ എന്നുള്ള വാക്ക് ബ്രാഹ്മണങ്ങളിൽ അങ്ങനെ കാണാം. അപ്പൊ തൈത്തിരീയ ബ്രാഹ്മണം, ശതപഥ ബ്രാഹ്മണം, ശതപഥ ബ്രാഹ്മണത്തിനാണ് പ്രാധാന്യം കൂടുതൽ. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ തൈത്തിരീയ ബ്രാഹ്മണത്തിന് പഴക്കം കൂടുതലുണ്ട്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ അതിൽ മാത്രമേ ഉള്ളൂ, മറ്റേതിലില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് വളരെ ഗഹനമായിട്ട് നോക്കുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മാത്രം ഇപ്പോൾ ഓർക്കുക. യജുർവേദ ബ്രാഹ്മണങ്ങൾ, തൈത്തിരീയ ആയാലും ശരി, ശതപഥ ബ്രാഹ്മണ ആയാലും ശരി,
അവയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യം കൂടി ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതീയ ഗണിതത്തിന്റെ പാരമ്പര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബ്രാഹ്മണങ്ങൾ യജുർവേദത്തിന്റെ ബ്രാഹ്മണങ്ങളാണ്. ഒരു ചെറിയ ഉദാഹരണം മാത്രം ഇപ്പൊ പറഞ്ഞു പോവാം. അത് പല സ്ഥലത്തും ഉണ്ടാവും, മറ്റു ബ്രാഹ്മണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു വിശേഷമായിട്ടൊക്കെ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് പറയുകയാണെങ്കിൽ, തൈത്തിരീയ ബ്രാഹ്മണത്തിലെ അല്ലെങ്കിൽ തൈത്തിരീയ സംഹിതയിലും ബ്രാഹ്മണവും ഒക്കെ ഒന്നിച്ചാണല്ലോ വരിക. കൃഷ്ണ ശാഖയാണല്ലോ, അത് കൂടിക്കൊഴിഞ്ഞു കൊടുക്കാണല്ലോ. ഏകാ തിസ്രഹ പഞ്ച സപ്ത നവ ഏകാദശ ത്രയോദശ പഞ്ചദശ സപ്തദശ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. 1, 3, 5, 7, 9, 11 ഇങ്ങനെ 33 വരെ പോകും. ഇതേപോലെ 4, 8, 12 ഇങ്ങനെ ഒരു ഇതെന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അങ്ങനെയാണല്ലോ. എന്താ മലയാളത്തിൽ എന്താ പറയാ, പെട്ടെന്ന് വാക്ക് ഓർമ്മ വരുന്നില്ല. ഏതായാലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും ആളുകൾക്ക്. ഇങ്ങനെ സംഖ്യകൾ ഇങ്ങനെ പലതും ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. 1, 3, 5, 7, 9 നോക്കി പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നോക്കിക്കോളൂ. ആദ്യത്തെ രണ്ടും കൂടി കൂട്ടു 1, 3, 4. അപ്പൊ 2ന്റെ സ്ക്വയറാണ്. 2 ഒരു വശമുള്ള ഒരു സമചതുരത്തിന്റെ വിസ്തീർണമാണ്. അടുത്ത സംഖ്യ കൂട്ടു 4നോട്. അടുത്ത സംഖ്യ എന്താ? 1, 3 കഴിഞ്ഞാൽ 5 കൂട്ടു 4, 5, 9. അത് 3ന്റെ സ്ക്വയറാണ്. ആ 9നോട് അടുത്ത സംഖ്യ കൂട്ടു 7. 9, 7, 16. 4ന്റെ സ്ക്വയറാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു. വേദത്തിലൊന്നും നമ്മൾ ചാളിപ്പുറപ്പെട്ട് പറഞ്ഞുകൂടാ. ഇതൊരു കാര്യം അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അവരിതൊക്കെ ഓർത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു ഗണിത ശാസ്ത്രത്തിലെ ഒരു സത്യം. അതവര് കണ്ടിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു പ്രോഗ്രഷൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ഗണിതപരമായിട്ടുള്ള പല കാര്യങ്ങൾ, ജ്യോതിർഗണിതപരമായിട്ടും ഗണിതപരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ യജുർവേദ ബ്രാഹ്മണങ്ങളിൽ കാണുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി സാമവേദ ബ്രാഹ്മണങ്ങൾ പറയുമ്പോൾ, സാമവേദത്തിന് 8 ബ്രാഹ്മണങ്ങളുള്ളതായിട്ട് തന്ത്രവാർത്തികത്തില് കുമരിലഭട്ടൻ പറയുന്നുണ്ട്. എത്രയാ? 8 ബ്രാഹ്മണങ്ങൾ. അതില് വളരെ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ ഇപ്പൊ പറയാം. താണ്ഡ്യ മഹാബ്രാഹ്മണം 25 അധ്യായങ്ങളുള്ളത്. അതില് ഒരു അധ്യായം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഷഡ്വിംശ ബ്രാഹ്മണം എന്ന് പറയും. അതായത് ഒരേ പുസ്തകത്തിൽ ഒരു അധ്യായം കൂടി കഴിഞ്ഞാൽ ഒരു അനുബന്ധമായിട്ട് ഒരു അധ്യായം ചേർത്താൽ അതിന്റെ പേര് മാറി എന്താവും? അത് ഷഡ്വിംശ ബ്രാഹ്മണം. ഷഡ്വിംശം എന്ന് പറഞ്ഞാൽ 26 അധ്യായങ്ങളുള്ളത്. ഈ 26ാമത്തെ അധ്യായത്തിലെ രസകരാണ്. നിമിത്തങ്ങള്, അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ മാത്രം പറയുന്ന അത്ഭുത ബ്രാഹ്മണം എന്നാണ് അതിന് പേര്. അപ്പൊ ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ മാത്രമല്ല, ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾക്കകത്തുള്ള അധ്യായങ്ങൾക്കും പാരഗ്രാഫുകൾക്കും ഖണ്ഡികൾക്കൊക്കെ എന്ത് പറയും? ബ്രാഹ്മണം എന്ന് പേര് പറയും. അപ്പൊ ഇവിടെ ഷഡ്വിംശ ബ്രാഹ്മണത്തില് അവസാനത്തെ അധ്യായത്തിന്റെ പേരെന്താണ്? അദ്ഭുത ബ്രാഹ്മണം ആണ് പേര്. അതുപോലെ വേറെയും ബ്രാഹ്മണങ്ങളുണ്ട്. 8 വേണമെങ്കിൽ ഞാൻ പേര് മാത്രം ഒന്ന് വായിച്ചു പോവാം. ഷഡ്വിംശം, ഛാന്തോഗ്യം, ജൈമിനീയം, സാമവിധാനം, ദേവതാധ്യായം, ആറുഷേയം, വംശബ്രാഹ്മണം. ഋഷിവംശങ്ങൾ പറയുന്ന ഒരു ബ്രാഹ്മണമാണ്. അപ്പൊ ഈ വംശാനുകീർത്തനം നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. ഇതുപോലെ ഒരുപാടുണ്ട്. വൈദിക സാഹിത്യത്തിൽ പല സ്ഥലങ്ങളിലും വംശാനുകീർത്തനമുണ്ട്. ഇരിക്കട്ടെ, ഇപ്പോ പറഞ്ഞതില് തലവകാര ബ്രാഹ്മണം എന്നൊരു ബ്രാഹ്മണമുണ്ട്. ആ ലിസ്റ്റ് ഇപ്പൊ പറഞ്ഞ ലിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞ ലിസ്റ്റിലെ ജൈമിനീയ ബ്രാഹ്മണം എന്ന് പറഞ്ഞതിന്റെ വേറൊരു പേരാണ് തലവകാര ബ്രാഹ്മണം. അങ്ങനെ സാമവേദത്തിന് 8 ബ്രാഹ്മണങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം അച്ചടിച്ച് കിട്ടാനുണ്ട് കേട്ടോ. പലതിനും പഠനങ്ങളൊക്കെ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ബ്രാഹ്മണങ്ങളുടെ അകത്തെ വിഷയത്തെ ഒന്ന് ക്രമീകരിക്കാൻ നോക്കുമ്പോൾ എങ്ങനെ ക്രമീകരിക്കാം, എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് ചോദിച്ചാൽ വളരെ സങ്കീർണമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും എന്താണ് അതിലുള്ളത് ചോദിച്ചാൽ അതിനെ
ഒരു 5-6 തരം ആശയങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ 5-6 തരം പാസേജുകളാണ് അതിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. വാചസ്പതി മിശ്രൻ ഒരു വല്ലാത്തൊരു പഹയനായിരുന്നു. 9-ാം നൂറ്റാണ്ടില് കയ്യിൽ കിട്ടിയ പുസ്തകങ്ങൾക്കെല്ലാം വ്യാഖ്യാനം എഴുതി കളയും. എല്ലാ ദർശനങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾക്കും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു കഥ പറയാറുണ്ട്. അതായത് ബ്രഹ്മസൂത്രത്തിന് ശങ്കരാചാര്യര് ഭാഷ എഴുതി. ആ ഭാഷ്യത്തിന് ഇദ്ദേഹം ഒരു വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിക്ക് ഏറെ നേരം ഇരുന്ന് എഴുതും. അപ്പോൾ ഒരു വിളക്കും കൊളുത്തി വെച്ച് അവിടെ എഴുതുന്നുണ്ടാവും. ചിലപ്പോൾ പുലർന്നപ്പിന് ഈ വിളക്കുണ്ടാവും അവിടെ. പുലർന്നോ സൂര്യപ്രകാശം ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഒരു ദിവസം ഈ ആള് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റത്ത് വിളക്ക് കെട്ടുപോയി. എന്ത് സംഭവിച്ചെന്ന് അറിയാതെ ഈ പരിങ്ങി നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഒരു വിളക്കുമായി വന്നിട്ട് ആ വിളക്ക് കൊളുത്തി കൊടുത്തു. അപ്പൊ ഈ ഗ്രന്ഥകാരൻ ആ സ്ത്രീയോട് ചോദിച്ചു, അല്ല ഭവതി ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഭാര്യയെ പോലും മറന്നുകൊണ്ടുള്ള എഴുത്താണ്. ഇത് കഥയാണ്, പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. അതുകൊണ്ട് അവരുടെ പേരാണ് ആ ഭാഷ്യത്തിന് അദ്ദേഹം വെച്ചത്, ഭാമതി. ഭാമതി എന്ന് ആ ഭാഷ്യത്തിന് പേര് വെച്ചു. ഇദ്ദേഹം സാഖ്യദർശനത്തില്, ന്യായദർശനത്തില്, എല്ലാ ദർശനങ്ങളിലും സർവതന്ത്ര സ്വതന്ത്രൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറയാം. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, നൈരുക്ത്യം യസ്യ മന്ത്രസ്യ വിനിയോഗ പ്രയോജനം പ്രതിഷ്ഠാനം വിധിഷ്ഠൈവ ബ്രാഹ്മണം തദിഹോച്യതേ. എന്തൊക്കെ ഉണ്ടാവും? നൈരുക്ത്യം, നിരുക്തി ഉണ്ടാവും, പദങ്ങളുടെ നിരുക്തി. വിനിയോഗ, ഈ മന്ത്രത്തെ ഏത് സന്ദർഭത്തിൽ, യാഗത്തിൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്. പ്രയോജനം, മന്ത്രത്തിന്റെ പ്രയോജനം, ഈ മന്ത്രം ഇവിടെ ഉപയോഗിച്ചാൽ കിട്ടുന്ന പ്രയോജനം എന്താണ്. വിധി, വിധി എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2 തരമുണ്ട് വിധി. ഒന്ന് അജ്ഞാത ജ്ഞാപകം, അറിയാത്ത കാര്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കൂ എന്ന് ഇൻസ്ട്രക്ട് ചെയ്യുന്ന വാക്യങ്ങൾ, വിധിവാക്യങ്ങൾ. മറ്റൊന്ന് ചെയ്യാതിരിക്കുന്ന ഒരാളെ ചെയ്യൂന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വാക്യങ്ങൾ. അപ്രവൃത്ത പ്രവർത്തകം, ആ കാര്യം ചെയ്യാൻ തുനിയാതെ മടിയോടുകൂടി ഇരിക്കുന്ന ആളെ പ്രവർത്തിപ്പിക്കുന്ന വാക്യം അപ്രവൃത്ത പ്രവർത്തകം. മറ്റൊന്ന് അജ്ഞാതാർത്ഥ ജ്ഞാപകം. 2 എന്താണ്? ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണങ്ങളിൽ ഇപ്പോൾ വാചസ്പതി മിശ്രൻ പറഞ്ഞ എന്തൊക്കെയാണ്? നിരുക്തി ഉണ്ടാവും, വിനിയോഗം ഉണ്ടാവും, പ്രയോജനം ഉണ്ടാവും, പ്രതിഷ്ഠ ഉണ്ടാവും, വിധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചുരുക്കി പറഞ്ഞ, സൂക്ഷിച്ചു നോക്കിയാൽ 2 തരം ആണ് കാണുക. ഞാൻ എന്താന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട വിധിയാണ്. ആ 2 തരം എന്താണെന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. ഇനി വേറൊരു തരത്തില് സായണാചാര്യരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഹേതുർ, നിർവചനം, നിന്ദ, പ്രശംസ, സംശയോ, വിധി, പരക്രിയ, പുരാകൽപ്പ, വ്യവധാരണ കൽപ്പന, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ബ്രാഹ്മണങ്ങളിൽ കാണുക. എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട്. ഹേതു, ചിലത് ഇങ്ങനെ ചെയ്തുകൂടാ അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയാൻ കാരണം പറയുന്നത്. എന്തുകൊണ്ട് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ചെയ്യണം, ഹേതു പറയുന്ന വാക്യം, ഹേതുവാക്യം. നിർവചനം, നിരുക്തി പറയുന്ന വാക്യം. നിന്ദ, ചിലത് ഇങ്ങനെ ചെയ്താൽ ഇന്നത് വരും, ഇന്ന അപകടം വരും എന്ന് ചില കാര്യത്തെ, ചില പ്രവൃത്തിയെ നിന്ദിക്കുന്നത്. അതുപോലെ പ്രശംസ, ചിലതിനൊക്കെ ഉദാഹരണം പറയുന്നുണ്ട്. പിന്നെ സംശയം, അതായത് ഇത് ഹോമിക്കണോ വേണ്ടയോ, ഹോതവ്യം ദീക്ഷിതസ്യ ഗൃഹ ഹോമിക്കണോ വേണ്ടയോ, വേദ്ധ സാവിത്ര വേദ്ധ, തനിക്ക് അറിയുമോ ഇല്ലയോ ചോദ്യമാണ്. ചോദ്യം പറയാനും സംശയിക്കാനൊക്കെ ഇങ്ങനെ പ്ലുതമായിട്ട് നീട്ടിച്ചൊല്ലും. അപ്പൊ ഇവിടെ സംശയവാക്യങ്ങളുണ്ട്. പിന്നെ ഉള്ളത് വിധി. വിധി എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു, വീണ്ടും അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പരക്രിയ, പുരാകൽപ്പം 2 കഥകളാണ്. സ്വയം പലരുമായിട്ട് കഥ പറയുകയാണെങ്കിൽ അതിന് പുരാകൽപ്പം എന്ന പേര്. ആരുടെയെങ്കിലും ഒരാളുടെ കഥ വേറൊരാൾ പറയുകയാണെങ്കിൽ അതിന് പരക്രിയ എന്ന പേര്. ഒരുപാട് കഥകളുണ്ട്, പിന്നീട് കാണാം. 9ാമത്തത് വ്യവധാരണ കൽപ്പന. വ്യവധാരണ കൽപ്പന എന്ന് വെച്ചാൽ ഇതിങ്ങനെ, എത്രണ്ണം വേണമെന്ന് ചോദിച്ചാൽ യാവതോശ്വാൻ ചതുഷ്കപാലാൻ നിർവപേത്
താവതോശ്വാൻ ചതുഷ്കപാലാൻ നിർവപേത്. എത്ര എത്ര ഇത് എത്ര പുരോടാശമാണ് ഉണ്ടാക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കുതിരകളുണ്ടോ അത്ര പുരോടാശം എന്നൊക്കെ പറയുന്ന ഇന്നത് ഇത്ര എന്ന് പറയുന്ന. അപ്പൊ അങ്ങനെ 9 5 തരത്തിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ബ്രാഹ്മണത്തിലുള്ള ഭാഗങ്ങളെ 2ആയി തിരിക്കാം. അതായത് ബ്രാഹ്മണ ഗ്രന്ഥത്തിൽ കാണുന്ന വാക്യങ്ങളെ 2ആയി തിരിക്കാം. എന്തൊക്കെയാണ്? വിധിയും അർത്ഥവാദവും. വിധി എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് എന്താണ്? വിധി തന്നെയാണ്. ഒന്ന് പെർസ്വേസീവാണ്, മറ്റൊന്ന് ഡിസ്വേസീവാണ്. ഒന്ന് പ്രവർത്തിപ്പിക്കുന്നു, ഒന്ന് നിവർത്തിപ്പിക്കുന്നു. ഇപ്പോ നേക്ഷേതോദ്യന്തമാദിത്യം, ഉദിക്കുന്ന സൂര്യനെ കാണരുത്. വസന്ത കൃത്തികാസു അഗ്നിമാദധീത, കാർത്തിക ഞാറ്റുവേലയിൽ അഗ്നിയാധാനം ചെയ്യണം. ഒന്ന് ചെയ്യണം എന്ന് പറയുന്നു, മറ്റൊന്ന് ചെയ്യരുത് എന്ന് പറയുന്നു. അപ്പോ വിധി അല്ലെങ്കിൽ നിഷേധം രണ്ടും കൂടി വിധി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള വാക്യങ്ങൾ ധാരാളം ഉണ്ട്. പിന്നെയുള്ള വാക്യമാണ് കൂടുതലുള്ളത്. എന്താണ്? അർത്ഥവാദം എന്ന് പറയും. ഇവിടെ നിന്ദാ പ്രശംസ എന്നൊക്കെ പറഞ്ഞല്ലേ, അതൊക്കെ ശരിക്കും അർത്ഥവാദത്തിൽ പെടും. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കഥ പറയും, വലിയ കഥ പറയും. കഥയ്ക്ക് വേണ്ടിയല്ല കഥ. കഥയ്ക്ക് കഴിഞ്ഞിട്ട് ഒരു ആശയം, ഒരു മെസ്സേജ് ഉണ്ടാവും. ചിലപ്പോൾ കഥ കഴിഞ്ഞിട്ട് പറയുമൊന്നുമില്ല, കഥയിലൂടെ ആ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, സംവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കഥയ്ക്ക് അർത്ഥമില്ല. കഥ അസത്യമാണ് എന്ന് പറയുന്ന ആൾക്കും അറിയാം, കേൾക്കുന്ന ആൾക്കും അറിയാം. പക്ഷെ അത് വളരെ രസകരമാണ്. അതുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നിട്ട് അവസാനം അവശേഷിക്കുന്ന എന്താണ്? സന്ദേശമാണ്. ഇങ്ങനെയുള്ള വാക്യങ്ങളെ എന്ത് പറയും? അർത്ഥവാദം എന്ന് പറയും. ആ ഒരു 2 ഉദാഹരണം പറയാം, മനസ്സിലാവും. ശരിക്കും അർത്ഥവാദത്തിൽ ഈ ഉദാഹരണം ചെറിയ ഉദാഹരണം കേട്ടോ, വലിയ ഉദാഹരണങ്ങളൊക്കെ വേണം. ഇപ്പോ യാഗത്തില് വെള്ളി ദാനം ചെയ്യരുത് എന്ന് ഒരു നിഷേധവാക്യം. യാഗത്തില് വെള്ളി ദാനം ചെയ്യരുത്. അപ്പൊ ഒരാൾക്ക് എന്തുകൊണ്ട് ദാനം ചെയ്തുകൂടാ? എനിക്കത് ചെയ്യണം എന്ന് തോന്നിയാലോ? അപ്പൊ അയാളെ ഒന്നുകൂടി എന്താണോ ചെയ്യാൻ പാടില്ല എന്ന് നിഷേധിച്ചത് ആ കാര്യം ചെയ്താലുള്ള അപകടത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ ചിലപ്പോൾ അയാൾ ചെയ്യാതിരിക്കും. അതിനൊരു കഥ പറയാം. എന്താണ് കഥ? വെള്ളി എന്ന് പറയുന്നത്, സിൽവർ എന്ന് പറയുന്നത് രുദ്രന്റെ കണ്ണുനീരാണ്. രുദ്രൻ എന്ന് പറഞ്ഞാൽ കരയുന്ന ദേവതയാണ്. അതുകൊണ്ട് യാഗത്തിൽ വെള്ളി ദാനം ചെയ്താൽ അയാളുടെ വീട്ടില് മരണം സംഭവിക്കും. 1 വർഷത്തിനകം മരണം സംഭവിച്ച അയാളുടെ വീട്ടില് കൂട്ടക്കരച്ചിലുണ്ടാവും. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും വെള്ളി ദാനം ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ വളരെ ചുരുക്കിയിട്ടല്ല പറയുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ട് എന്താണ് ദേവാസുര സംയുക്ത ആസൻ എന്ന് പറഞ്ഞിട്ട് പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടായി. അതിൽ ദേവന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ രുദ്രനോട് പറഞ്ഞു, നീ യുദ്ധത്തിന് വരണ്ട, ഞങ്ങളുടെയൊക്കെ അമൂല്യങ്ങളായിട്ടുള്ള സ്വത്തുകളെല്ലാം നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി, അത് കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അവർ പോയി യുദ്ധത്തിൽ ജയിച്ച് തിരിച്ചു വരുമ്പോഴേക്കും അഗ്നിക്ക് ആ വസ്തുക്കളെല്ലാം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അതിലൊക്കെ ഒരു വലിയ ആഗ്രഹവും മമതയും വന്നിരുന്നു. അവർ തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അവർ ബലാത്കാരമായി ഓരോ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയപ്പോൾ അയാള് ഓ എന്ന് കരഞ്ഞു. അയാളെ കരഞ്ഞത് കൊണ്ട് അയാൾക്ക് കരയുന്നവൻ രുദ്രൻ, രോദനം ചെയ്യുന്നവൻ എന്ന് പേര് വന്നു. അപ്പൊ രുദ്രൻ എന്നുള്ള വാക്കിന്റെ നിരുക്തി പറഞ്ഞു, ഒരു കഥ പറഞ്ഞു. എന്നിട്ട് എന്താ പറയുന്നത്? പുരാസ്യ സംവത്സരാ ഗൃഹേ രുദന്തി. അതുകൊണ്ട് അവന്റെ കണ്ണുനീരാണ് വെള്ളിയായി തീർന്നത്. അതുകൊണ്ട് വെള്ളി യാഗത്തിൽ ദാനം ചെയ്താൽ ദാനം ചെയ്തവന്റെ വീട്ടിൽ 1 വർഷത്തിന് മുമ്പ് ആളുകൾ കരയും. അപ്പൊ ഇത് നോക്കൂ, ഇതിനെയാണ് അർത്ഥവാദം എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥ ഉണ്ടായതോ ഇല്ലയോ എന്നൊന്നും ഇവിടെ ഇതില്ല, ചർച്ചയ്ക്ക് ആരും ഇത് ചെയ്യില്ല. കഥ രസിച്ച് കേൾക്കുക, അതിന്റെ പിന്നിൽ കാര്യം ഗംഭീരമായിട്ട് സംവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ നിന്ദിതമായ കാര്യത്തെ, നിഷിദ്ധമായിട്ടുള്ള കാര്യത്തെ നിന്ദ്യതയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇതേപോലെ വേറൊന്നും, അത് കഥയൊന്നും ഞാൻ പറയുന്നില്ല. വായവ്യം ശ്വേതമാലഭേദ ഭൂതികാമ. ഐശ്വര്യം ആഗ്രഹിക്കുന്നവൻ വെളുത്ത പശുവിനെ വായുവിന് വേണ്ടി ബലി കൊടുക്കണം. എന്തുകൊണ്ട് വായു? വേറെ ഏതെങ്കിലും ദേവതയ്ക്ക് കൊടുത്താൽ പോരെ? ഞാൻ വായുവിനല്ല കൊടുക്കുന്നത്.
എനിക്ക് വേഗം ഫലം കിട്ടണം, ഞാൻ വേറൊരു ദേവതയ്ക്ക് കൊടുക്കണമെന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ ഉടനെ അടുത്ത വാക്യത്തിൽ ബ്രാഹ്മണൻ പറയും വായുർവൈ ക്ഷേപിഷ്ഠാ ദേവത. ഏറ്റവും വേഗം കൂടിയ ദേവത വായുവാണ്. എന്തിന് വേഗത? വീശുന്നതിലല്ല, ദാനം ഫലം തരുന്നതിൽ, പ്രസാദിക്കുന്നതിൽ, അനുഗ്രഹിക്കുന്നതിൽ ഏറ്റവും വേഗത കൂടിയ ദേവത ആരാണ്? വായുവാണ്. അതുകൊണ്ട് നിങ്ങൾ വായുവിനെ തന്നെ ചെയ്യൂ, എന്നാലാണ് നിങ്ങൾക്ക് ഈ ഫലം കിട്ടുക എന്ന് പറയുമ്പോൾ ഈ വായു ക്ഷേപിഷ്ഠയാണോ വേഗത കൂടിയ ദേവതയാണോ അല്ലയോ എന്നുള്ള ഇവിടെ പ്രശ്നമേ അല്ല. വായുവിനാണ് കൊടുക്കേണ്ടത്. ആ വിധിവാക്യത്തിൽ പറഞ്ഞ കാര്യത്തെ ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് അർത്ഥവാദ വാക്യം. അത് വെറും കഥ. ഇങ്ങനെ വലിയ ഒരുപാട് കഥകളുണ്ട് ബ്രാഹ്മണങ്ങളിൽ. അപ്പൊ ഇത് വിധി അർത്ഥവാദം എന്ന് രണ്ട് തരത്തിലാണ് കാണുന്നത്. ഇപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഉദാഹരണത്തോടുകൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ട് സന്ദർഭങ്ങൾ കാണിച്ചു തരാം. ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, വാക്കും മനസ്സും തമ്മിലുള്ള കഥ. അപ്പൊ അത് വീണ്ടും പറയേണ്ടതില്ലല്ലോ. അവിടെ എന്തിനാ അത് പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, യാഗത്തില് പ്രജാപതിക്ക് ഹവിസ് ദാനം ചെയ്യുമ്പോൾ പ്രജാപതയെ സ്വാഹ എന്ന് മന്ത്രം ചൊല്ലരുത്. എന്തുകൊണ്ടാണ് പ്രജാപതിക്ക് ഹവിസ് കൊടുക്കാൻ ചൊല്ലരുത്? അപ്പൊ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കഥ പറഞ്ഞു. ആ കഥയാണ് വാക്കും മനസ്സും തമ്മിൽ അടിയുണ്ടായി. നോക്കൂ, നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കഥ, ഇതിലെ രസം ബ്രാഹ്മണങ്ങളിൽ അർത്ഥവാദമാണ്, ഇത് നിരുക്തി പറഞ്ഞിട്ടുണ്ട്, അത്രി എന്നുള്ള പദത്തിന്റെ നിരുക്തി പറഞ്ഞു. ഇതൊന്നുമല്ല. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനും ഉയരെയുള്ള വലിയൊരു കാര്യമാണ് പറയുന്നത്. അതായത് ഭാഷ, വാക്ക് എവിടുന്നാ ഉണ്ടായത്? വാക്കിനും മനസ്സും തമ്മിലുള്ള ബന്ധം എന്താണ്? മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആത്മാവ് തന്നെയാണ് മനസ്സ്, ആത്മാവ് തന്നെയാണ് സങ്കല്പം, ആത്മാവ് തന്നെയാണ് ജ്യോതി, ആത്മാവ് തന്നെയാണ് വിജ്ഞാനം, ആത്മാവ് തന്നെയാണ് പ്രജ്ഞാനം, ആത്മാവ് തന്നെയാണ് വാക്ക് എന്ന് പറഞ്ഞ വലിയൊരു ഫിലോസോഫിക്കൽ ഐഡിയയുടെ മരുന്നിടുകയാണ്. അതായത് പിന്നീട് ഉപനിഷത്തുകളിലൊക്കെ കാണുന്ന ഐതരേയത്തിലെ പ്രജ്ഞാനം ബ്രഹ്മയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഗംഭീര ദർശനത്തിന് ഇവിടെ മരുന്നിട്ടിരിക്കുകയാണ്. ഈ മരുന്ന് നിലവാരം ഇട്ടാലേ അതിലേക്ക് എത്തുള്ളൂ. അതായത് വലിയൊരു എനർജി, അതിൻ്റെ മാറ്ററാണത്. ഉപനിഷത്ത് എന്ന എനർജി, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ നമ്മൾ ഉപനിഷത്തിൽ കാണും. ആ ദർശനത്തിന്റെ അതിൻ്റെ മാറ്റർ ഇവിടെ ഉള്ളത് ബ്രാഹ്മണങ്ങളിൽ. ഒരുപാട് ചിന്തകൾ കൂടിക്കൊഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാലാണ് അതിൽ രത്നങ്ങൾ കിട്ടുക. അപ്പൊ ഇതൊരു ഉദാഹരണം. മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാം. അതെന്താ? ഞാൻ ഇത് തന്നെ ബ്രാഹ്മണ ഭാഗം തന്നെ വായിക്കാം. അതായത് ഐതരേ ബ്രാഹ്മണത്തിൽ രോഹിണി മകീരം തിരുവാല ഒന്നാമത്തെ അധ്യായം ബ്രാഹ്മണത്തിലെ ആഖ്യാന സമ്പ്രദായം മനസ്സിലാക്കാനുള്ള ഒരു മാതൃക ആയതുകൊണ്ട് ബ്രാഹ്മണ ആഗ്നിമാരുത ശസ്ത്രം എന്നൊരു ശസ്ത്രമുണ്ട്. ശസ്ത്രം എന്ന് വെച്ചാൽ ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് ദേവതകളെ പാടി സ്തുതിക്കുന്നതാണ്. ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് യാഗത്തിൽ സ്തുതിക്കുന്നതിന് എന്താ പേര് പറയാ? ശസ്ത്രം. പലതുണ്ട്, അതിലൊന്ന് ശസ്ത്രം. അതിൽ ആഗ്നിമാരുത ശസ്ത്രം, അഗ്നിക്കും മരുത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ശസ്ത്രം, സ്തുതിക്കുന്ന ഒരു ശസ്ത്രം. അതിന്റെ കഥ പറയുമ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗം വായിക്കാൻ പോവാണ്. അതില് മകീര്യം നാളിന്റെ, തിരുവാതിര നാളിന്റെ ഷേപ്പ്, അതിന്റെ പേരങ്ങനെ വരാൻ കാരണം എന്താണ്? മകീര്യം അല്ലെങ്കിൽ മൃഗശിരസ് എന്ന് പേര് വരാൻ കാരണം എന്താണ്? ആ തിരുവാതിരയ്ക്ക് ആതിര എന്ന് പേര് വരാൻ കാരണം എന്താണ്? അത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, മനുഷ്യൻ എന്നുള്ള വാക്കുണ്ടല്ലോ, മാനുഷം എന്നുള്ള വാക്ക്, അതെങ്ങനെ ഉണ്ടായി, അതിന്റെ നിരുക്തി, ഇതൊക്കെ പറയും. എവിടെയാ പറയുന്നത്? അഗ്നിമാരുത ശസ്ത്രം. അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് കൊടുങ്ങനെ ദാ ഒരു കഥ പറയാണ്. എന്താ കഥ? പ്രജാപതി വൈ സ്വാം ദുഹിതരം അഭ്യധ്യായത. പ്രജാപതി തന്റെ തന്നെ പുത്രിയെ വല്ലാതെ മോഹിച്ചു. ബ്രഹ്മാവ് സരസ്വതിയെ മോഹിച്ചു എന്നാണ്. ദിവമിത്യന്യ ആഹുഹു ഉഷസം ഇത്യന്യേ. അപ്പൊ ഇത് പ്രജാപതിയുടെ മകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബ്രഹ്മാവ് സരസ്വതി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പുരാണത്തിലുള്ള കഥയാണ്. വേദത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? സരസ്വതി എന്നൊന്നുമല്ല, പ്രജാപതിയുടെ മോള് ദ്യോ ആണ്, സ്വർഗമാണെന്ന് ചിലർ പറയുന്നു. ഉഷസം ഇത്യന്യേ, ഉഷസ്സാണെന്ന് ചിലർ പറയുന്നു. അപ്പൊ ബ്രാഹ്മണങ്ങളിൽ തന്നെ ഈ പലതരം ആശയങ്ങൾ, അഭിപ്രായ ഭേദങ്ങളിലൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്.
താം ഋഷ്യോ ഭൂത്വ രോഹിതം ഭൂതാമഭ്യയിത്. ഋതുമതിയായ ആ മാൻപേടയെ അയാൾ മാനായി തീർന്ന് സംഗമിച്ചു. ആ സ്വന്തം മകള് മാനായിട്ട് ഓടാൻ നോക്കി, അവളെ അച്ഛൻ മാനായിട്ട് തന്നെ സംഗമിച്ചു. ദേവന്മാർ ഇത് കണ്ടു. തം ദേവ അപശ്യൻ അകൃതം വൈ പ്രജാപതി കരോതീതി. ദേവന്മാർ പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ ഈ അച്ഛൻ ചെയ്യുന്നത്, കഷ്ടം എന്ന് പറഞ്ഞു. അകൃതം വൈ പ്രജാപതി കരോതീതി തേ തമൻ വിച്ഛൻ ഏനമാരിഷ്യത്. അപ്പൊ അച്ഛനാണ് ചെയ്യുന്നത്, അപ്പൊ എങ്ങനെയാ ചെയ്യുക? ഇയാളെ അടക്കി നിർത്താൻ ആർക്കാ പറ്റുക? അപ്പൊ എല്ലാവരും ആലോചിച്ചു, അപ്പൊ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണ്ടേ അയാളോട്? എങ്ങനെ പറയുന്നു ആലോചിച്ചപ്പോ ആർക്കും അതിന് ധൈര്യം വന്നില്ല എന്നാണ്. അന്വേഷിച്ചു. തേ തം അന്യോന്യസ്മിന്നാവിന്ദൻ, പറയാൻ ധൈര്യമുള്ള ഒരുത്തനെ അവർക്ക് കിട്ടിയില്ല. തേഷാം യ ഏവ ഘോരതമാസ് തന്വ ആസൻ താ ഏകധാ സമഭരൻ. നോക്കൂ, ഇവരുടെ എല്ലാവരുടെയും ദേഷ്യം ഉരുണ്ടുകൂടി ഒരാളായി തീർന്നു എന്നാണ്. നമ്മൾ ദേവീ മഹാത്മ്യത്തിൽ കാണുന്ന ഒരു സന്ദർഭമുണ്ട്, അതുകൂടെ ഓർക്കണം. മഹിഷാസുരൻ എല്ലാ ദേവതമാരുടെയും അധികാരങ്ങളെ പിടിച്ചെടുത്തിട്ട് സ്വർഗവും ത്രിലോകവും മുഴുവനും പിടിച്ചടക്കിയപ്പോൾ ദേവന്മാർക്ക് ആകെ സങ്കടവും അരിശവും വന്ന് എല്ലാവരും കൂടി ഒന്നുകൂടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ തേജസ്സും ഒരിടത്ത് സംഗമിച്ചു. അതാണ് ദേവിയായി തീർന്നതെന്ന് പറയും. അതേപോലെ ഒരു ഇതാണ് പറയുന്നത് ഇവിടെ. അങ്ങനെ ഒരാൾ ഉണ്ടായി. ഇനി ഞാൻ സംസ്കൃതം വായിക്കുന്നില്ല, കാരണം നേരം പോകുന്നുള്ളതുകൊണ്ട് മലയാളം വായിക്കാം. അവർ പരസ്പരം ആരാമം യോഗ്യൻ എന്ന് പര്യാലോചിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. അവർ ഓരോരുത്തരുടെയും ഘോരഭാവങ്ങളെല്ലാം ചേർന്ന് ഒരു ദേവനുണ്ടായി. ഭൂതവാൻ അല്ലെങ്കിൽ ഭൂതപതി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഉണ്ടായ ആൾക്കെന്താ പേര്? ഭൂതപതി എന്ന് വെച്ചാൽ എല്ലാ ഭൂതങ്ങളുടെയും എല്ലാ പ്രാണികളുടെയും പതി. എന്നിട്ട് പറയാണ് ബ്രാഹ്മണൻ അവിടെ തന്നെ പറയാണ്, ഈ കഥ അറിയുന്ന ആള് എന്താവും? ഭൂതപതിയാവും. ഒരുപാട് ഗോസ്വാമിയാവും. ഒരുപാട് പശുക്കളും ഒരുപാട് ആടുകളും ഒക്കെയുള്ള ഒരുപാട് മൃഗങ്ങളുടെ ഉടമയാവും എന്ന് ഫലശുദ്ധി ഇടയ്ക്ക് പറയും. ഇങ്ങനെയാണ് ബ്രാഹ്മണത്തിന്റെ രീതി. തീർന്നില്ല, ഇവിടെ രസകരമായ ഇനിയും തുടരുന്നുണ്ട്. ഭൂതപതിയോട് ദേവന്മാർ പറഞ്ഞു, ഈ പ്രജാപതി അരുതാത്തത് ചെയ്തിരിക്കുന്നു, അവനെ ശിക്ഷിക്കൂ, പ്രഹരിക്കൂ. അയം വൈ പ്രജാപതി അകൃതം അകഹ ഇമം വിദ്യ. അപ്പൊ ഉടനെ പോയിട്ട് വാളെടുത്ത് വെട്ടിക്കൊല്ലാനൊന്നും പോയില്ല. രുദ്രൻ എന്താ ചെയ്തത്? നമ്മളെ പോലെയാണ്, നമ്മൾ ഉണ്ടാക്കിയ ദേവതയാണല്ലോ, നമ്മളുടെ സ്വഭാവം ഉണ്ടാവുമല്ലോ. എന്താ പറയുന്നത് രുദ്രൻ? എനിക്കെന്ത് കിട്ടും, എനിക്ക് വരം വേണം എന്ന് ചോദിച്ചു എന്നാണ്. എന്താണ്? സ തഥേത്യബ്രവീത് സവൈവോ വരം വൃണാ ഇതി വൃണീഷ്വേതി. എന്താണ് വേണ്ടത്? ചോദിച്ചോളൂ. സ ഏതമേവ വരം അവൃണീത, അവൻ ഈ വരമാണ് ചോദിച്ചത്. പശുമാൻ ഭവതി യോ സൈത് ദേവം നാമ വേദ. ഞാൻ പശുപതി ആവണം എന്നാണ്, എല്ലാ പശുക്കളും അതിന്റെ സ്വാമി ഞാനാവണം എന്നാണ്. അങ്ങനെ വരം ചോദിച്ചിട്ട് പശുപതി പ്രജാപതിയെ സമീപിച്ച് പ്രഹരിച്ചു. പ്രഹരിക്കപ്പെട്ട പ്രജാപതി മുകളിലേക്ക് കുതിച്ചു. അപ്പൊ മാനിനെ സംഗമിക്കുന്ന പ്രജാപതിയെ പോയി പ്രഹരിച്ചപ്പോ ആ മാന് മുകളിലേക്ക് കുതിച്ച് ഈ പ്രജാപതിയെയാണ് ആളുകൾ മൃഗശിരസ് എന്ന് പറയുന്നത്. മൃഗവ്യാധൻ, ഓറിയൻ എന്നുള്ള നക്ഷത്ര സമൂഹം, 5-8 നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ ഈ നക്ഷത്രം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ കഥ. ഇന്ത്യയിൽ മാത്രമല്ല പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന രീതിക്ക് വല്ലാത്തൊരു യുണീക്ക്നെസ് ഉണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾച്ചേർന്ന് നിൽക്കുന്നു. ഒരു സാമാന്യ ദൃഷ്ടിയിൽ നോക്കിയാൽ എന്തൊക്കെയോ കൂടിക്കുഴഞ്ഞ ഒരു വൃത്തികെട്ട രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് തോന്നും. പക്ഷെ ഒരു അസാമാന്യമായ പ്രതിഭയുടെ ഒരു ഇതാണ്, എന്താ പറയാ, ലാറ്ററൽ തിങ്കിങ്, ഒന്നിലേന്ന് മറ്റൊന്നിലേക്ക് ചാടി പോകുന്ന പ്രതിഭ. ഈ മൃഗത്തെ വേദം ചെയ്ത മൃഗവ്യാധനാണ് മൃഗവ്യാധൻ എന്നറിയപ്പെടുന്ന ആതിര നക്ഷത്രം. ചുവന്ന ആർത്തവരക്തം ഒഴുകുന്ന രോഹിതാണ്. രോഹിണി എന്നുള്ളതുണ്ടല്ലോ, അത് ആർത്തവരക്തമാണത്രേ. ഇവിടെ ഒന്നും തീർന്നില്ല കേട്ടോ, കഥ അവിടെ നിൽക്കുന്നില്ല. ഈ പറഞ്ഞെന്താണ്? ആഗ്നിമാരുത ശസ്ത്രത്തെ കുറിച്ച് പറയാനാണ് കഥ തുടങ്ങിയത്. കഥ എവിടേക്കൊക്കെ പോയി കഴിഞ്ഞു, കഥ തീർന്നിട്ടുമില്ല. പ്രജാപതിയുടെ രേതസ് ഉണ്ടല്ലോ, ഈ സംഗമിക്കാൻ തുടങ്ങിയ സമയത്താണ് വേദനം ചെയ്തത്. അപ്പൊ രേതസ് അത് ഭൂമിയിലേക്ക് വീണു, ഭൂമി മുഴുവൻ വ്യാപിച്ചു, ഒരു സരസായി മാറി. ദേവന്മാർ പറഞ്ഞു, പ്രജാപതി രേതസ് ദുഷിക്കരുത്. ആ രേതസ് ഭൂമിയിൽ വ്യാപിച്ചപ്പോ ആ രേതസ് ദുഷിക്കരുത്. മാ ദുഷത്ത്
മാ ദുഷത്ത് എന്ന് ദേവന്മാർ പറഞ്ഞു. മാ ദുഷത്ത് എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ആ രേതസ്സിൽ നിന്നുണ്ടായവർക്ക് മാതുഷന്മാര് എന്ന് പേര് വന്നു. മാതുഷൻ എന്ന് പറയില്ല, മാനുഷൻ എന്നേ പറയുള്ളൂ. എന്തുകൊണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മറച്ചു പറയലാണ് നല്ലത്. മറച്ചു പറഞ്ഞാൽ ദേവന്മാർക്ക് ഇഷ്ടമാണ്. പരോക്ഷപ്രിയ ഇവഹി ദേവാഹ. നോക്കൂ, പ്രജാപത്തെ രേതഃ സിക്തമഭാത് തത് സരോഭവത് തേ ദേവ അബ്രുവൻ മേദം പ്രജാപത്തെ രേതോ ദുഷത് ഇതി യത് അബ്രുവൻ മേദം പ്രജാപത്തെ രേതോ ദുഷദിതി തന്മാദുഷത് തന്മാദുഷം അഭവത് തന്മാദുഷസ്യ മാദുഷത്വം മാദുഷം ഹവൈ നാമ ഏതത് യത് മാനുഷം പരോക്ഷേണ പരോക്ഷപ്രിയ ഇവഹി ദേവാഹ. ഇതാണ് ബ്രാഹ്മണങ്ങളുടെ സ്വരൂപം. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചു. ഇത് ഐതരേയ ബ്രാഹ്മണത്തിലെയാണ്. മിക്കവാറും എല്ലാ ബ്രാഹ്മണങ്ങളുടെയും രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മണി 8:18 എനിക്ക് 3 കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്നു. എത്രത്തോളം പറ്റുമെന്നറിയില്ല, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. അതായത് വെറുതെ പറഞ്ഞാൽ പോരല്ല. ആദ്യം ഞാൻ പറഞ്ഞ പ്രതിജ്ഞ അനുസരിച്ച് പറയുന്ന കാര്യം കേൾവിക്കാരിൽ എത്തത്തക്ക വിധത്തിൽ തെളിച്ചു പറയണം. അപ്പൊ അതിന് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കാം. 8:18 ഞാനൊരു 8:28 നിർത്തണം എന്നാണ് ഇപ്പൊ കരുതുന്നത്. നോക്കാം, ഞാനാണോ ജയിക്കുന്നത് അല്ല നിങ്ങളാണോ എന്നുള്ളത്. ഇപ്പോ ബ്രാഹ്മണങ്ങളില് ഒരുപാട് ഒരു ചരിത്രത്തിന്റെ ഒരു ഉപാദാനമാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിൽ 2 ഉദാഹരണം കാണിക്കാനാണ്. രണ്ടും കാണിക്കാം. ആദ്യം 2 എന്ന് പറഞ്ഞാൽ ഒന്ന് ഗണിതത്തിന്റെ കാര്യത്തില്, ജ്യോതിർഗണിതത്തിന്റെ കാര്യത്തില്, ജ്യോതിഷത്തിന്റെ കാര്യത്തില് പറയണം. ഞാൻ അടുത്ത കാലത്ത് ചെയ്തൊരു പേപ്പറാണ്. എൻ്റെ ലേഖനങ്ങളും എൻ്റെ എഴുത്തുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പിന്തുടരുന്നവർക്ക് അറിയാം. അതായത് തൈത്തിരീയ ബ്രാഹ്മണത്തില് ഒരു വേദിക് കാലണ്ടർ ഉണ്ട്. ഒരു ചാപ്റ്ററിൽ വേദിക് കാലണ്ടർ പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പേപ്പർ. അത് കുറച്ച് സങ്കീർണമായതുകൊണ്ട് രണ്ടാമത് പറയാം. മറ്റൊന്ന്, ഈ ബ്രാഹ്മണങ്ങളുടെ ഇടയിൽ, ബ്രാഹ്മണങ്ങൾക്കുള്ളിൽ ഒരുപാട് കൗതുകകരമായിട്ടുള്ള വാക്യങ്ങളുണ്ട്. കൗതുകകരമായ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ജീവികളുടെ രീതികൾ, മനുഷ്യന്മാരുടെ പെരുമാറ്റ രീതികൾ, മനുഷ്യന്മാർ പിന്നീട് ധർമ്മശാസ്ത്രമായി മാറിയ സാമൂഹ്യ നിയമങ്ങൾ, ഇതൊക്കെ വളരെ രസകരമായി പറയും. ഇതൊക്കെ എവിടെ പറയും ചോദിച്ചു കഴിഞ്ഞാൽ യാഗസന്ദർഭത്തിലാണ് പറയാ. യാഗത്തിൽ എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. ബഹുരസമാണ്. ബഹുരസം എന്ന് വെച്ചാൽ ബഹുരസം. ഒരുത്തനുണ്ടാക്കിയ ദുഷ്പ്രഭാതം പരത്തുവാൻ ആളുകളുണ്ട് അസംഖ്യം. മുമ്പേ ഗമിച്ചീടനെ ഗോവിനെ തൻ പിൻപേ ഗമിക്കും ബഹുഗോക്കളല്ല. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മണിപ്രവാളം. ഇത് ഈ ആശയം വളരെ പ്രസിദ്ധമാണ്. പക്ഷെ ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരുടെ സ്വഭാവം. അതായത് ഇങ്ങനെ പറഞ്ഞ കാര്യം മനസ്സിലാവില്ല. ഇപ്പോ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് അമ്പലം, എന്താണ് ദൈവം, എന്താണ് മതം, എന്താണ് ഹിന്ദു മതം ഒന്നും അറിയാത്ത ആളുകളാണല്ലോ അമ്പലത്തിലേക്ക് പോകുന്നത്. മിക്കവാറും എങ്ങനെയാണ് ദൈവമുണ്ട് പോയാൽ അവിടെ എന്തൊക്കെയോ ചെയ്യണം, ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ പോകും. അവിടെ പോയിട്ട് അവര് ശ്രേഷ്ഠനെന്ന് വിശ്വസിക്കുന്ന ഒരാള് എന്തൊക്കെ ചെയ്തോ അതൊക്കെ ചെയ്യും. അയാൾ ഒരു കല്ലിൽ എരടി താഴെ വീണ് കഴിഞ്ഞാൽ ഇവർ വിചാരിക്കും അവിടെ വീണ് നമസ്കരിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ നമസ്കരിക്കും. എന്നിട്ട് അങ്ങനെ പോവും. അപ്പോ ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളെ കണ്ട് വേറൊരാൾ അവിടെ നമസ്കരിക്കും. പിന്നെ എല്ലാവരും നമസ്കരിക്കുകയായി. അപ്പൊ ഒരാൾ പോയ വഴിക്ക് മറ്റു പലരും പോകുന്നുള്ളത് ഒരു പെരുമാറ്റ രീതിയാണ്. ഇത് തസ്മാദേകം യന്തം ബഹവോനുയന്തി എന്ന് ബ്രാഹ്മണൻ പറയുന്നു. ഇങ്ങനെ ഒരുപാട്. അതിൽ ഞാൻ ഒരു പേപ്പർ എഴുതിയിട്ടുണ്ട്, സം ക്യൂരിയസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ തൈത്തിരീയ ബ്രാഹ്മണ. തൈത്തിരീയ ബ്രാഹ്മണത്തിൽ മാത്രമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടൊരു പേപ്പർ. ഞാൻ ഏതായാലും അതൊന്ന് 1-2 കാര്യങ്ങൾ കാണിക്കാം. സമയം വല്ലാതെ അതിക്രമിക്കുന്നുണ്ട്. അത് കാണിച്ചിട്ട് കാണുന്നുണ്ടോ? അപ്പൊ ആരെങ്കിലും പറയോ കാണുന്നുണ്ടോ ഇല്ലയോ? കാണുന്നുണ്ടല്ലോ. നോക്കൂ, ചില കസ്റ്റംസ്. തസ്മാദ്വിരഹ്നോ മനുഷ്യേഭ്യ ഉപഹ്രിയത്തെ പ്രാതശ്ച സായഞ്ച. മനുഷ്യര് 2 നേരം ആഹാരം കഴിക്കാം ഒരു ദിവസത്തില്. അന്നത്തെ നാട്ടിൽ നടപ്പാണ്. തസ്മാത് വത്സഞ്ജാതം ദശരാത്രിർ ന ദുഹന്തി.
കന്നുകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ 10 ദിവസം കറക്കില്ല, ആ പാല് കറന്ന് കളയും, പാല് ഉപയോഗിക്കില്ല. യാവദ്ഭിർ വൈ രാജാനുചരൈരാഗച്ഛതി സർവേഭ്യോ വൈ തേഭ്യ ആതിഥ്യം ക്രിയത്തെ. രാജാവ് വന്നു കഴിഞ്ഞാൽ രാജാവിന് മാത്രമല്ല കൂടെ വന്ന എല്ലാവർക്കും ആതിഥ്യം ചെയ്യാറുണ്ടല്ലോ, ചെയ്യണം. ഇന്നും അങ്ങനെയാണല്ലോ. നമ്മളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ദിവസം ആരെങ്കിലും കയറി വന്നെന്ന് വെച്ചാൽ പിന്നെ എല്ലാവർക്കും കൊടുക്കണം. നമ്മൾ അങ്ങനെയാണ്, നമ്മളുടെ രീതിയാണ്. യഥാ ഹവൈ യോഷാ സുവർണം ഹിരണ്യം പേശലും ബിഭ്രതി രൂപാണ്യാസ്തേ. സ്ത്രീകള് സ്വർണം അണിഞ്ഞ് നടക്കാൻ അവർക്ക് വലിയ സന്തോഷമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരുപാട്. തസ്മാത് ദ്വിനാമാ ബ്രാഹ്മണ. ബ്രാഹ്മണർക്ക് 2 പേരുണ്ടാവും. അതായത് ഒരു പേര് ആരോടും പറയില്ല, അത് സാംസ്കാരിക നാമധേയാണ്. മറ്റൊന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപൂതോഹ്യേഷോ അമേധ്യോ യോ ഭിഷക്. ഒക്കെ പോട്ടെ, വേറെ ചിലത് കാണിച്ചു തരാം. ഒബ്സർവേഷൻസ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്മാരുടെ പെരുമാറ്റ രീതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതിലിരിക്കുകയാണ്, ഒരു നമ്മളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയിരിക്കുകയാണ്, ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വിലപ്പെട്ട ഒരു സാധനം കാണാതായി. അപ്പോൾ നമ്മൾ ഫോണിൽ ഉടനെ വിളിച്ചു പറയില്ല, മൈക്കിൽ പോയിട്ട് കാണാതായിട്ടുണ്ട് കേട്ടോ എന്ന് പറയില്ല. കാരണം ആദ്യം അത് കാണാതായത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾ കട്ടെടുത്ത ആൾ ഓടിപ്പോയാലോ. അതുകൊണ്ട് അങ്ങനെ പറയാതെ ഗോപ്യമായിട്ട് അതിനെ അന്വേഷിക്കും. പക്ഷെ ആ സാധനം കിട്ടിയാലോ ഉടനെ അപ്പോൾ കിട്ടി 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 എന്ന് ഉറക്കെ പറയും. നോക്കൂ, ഇത് പറയുന്നുണ്ട്. യഥോപാംശു നഷ്ടമിച്ഛതി താതൃഗേവതത് യഥാ നഷ്ടം വിദ്വാപ്രാഹ അയമിതി താതൃഗേവതത്. അതായത് അഗ്നി സൃഷ്ടകൃതന് ഹോമിച്ചു കഴിഞ്ഞാൽ ഹോമിക്കുമ്പോൾ വളരെ പതുക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഇത് അഗ്നയേ സൃഷ്ടകൃതേ ഇതം നമ എന്ന് പറയുമ്പോൾ ഉറക്കെ അഗ്നയേ സൃഷ്ടകൃതേ ഇതം നമ എന്ന് പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണല്ലോ. ഒരു വസ്തു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ അമൂല്യമായിട്ടുള്ള വസ്തുവാണ് നഷ്ടമായതെങ്കിൽ വളരെ ഉപാംശമായിട്ട് ആരും കേൾക്കാതെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് കാണാനില്ല, ആരാ അടുത്തൊന്ന് നോക്കണം, നമുക്ക് അന്വേഷിക്കാം എന്ന് പറയും. കിട്ടിക്കഴിഞ്ഞാലോ കിട്ടി 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 എന്ന് പറയും. ബഹുവൈ രാജന്യ അനൃതം കരോതി ഉപജാമ്യൈ ഹരത്തെ ജിനാതി ബ്രാഹ്മണം വദതി അമൃതം. വളരെ രസകരമായിട്ടുള്ള 2 ഒബ്സർവേഷനാണ്. ഒന്ന്, വിദേശ രാജ്യങ്ങളിൽ ദൂതന്മാർ പോകുമ്പോൾ അവരെ ആരും തടയാറില്ല. നോക്കൂ, എത്ര ഇതാണ്. രാജധർമ്മത്തിന്റെ വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ വേറൊന്ന്, ഈ രാജശാസനം എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ക്രൂരത ഉണ്ടാവും, ദുഷ്ടത്തരം ഒക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിരപരാധികളെയൊക്കെ ശിക്ഷിക്കേണ്ടിയും വരും. കാരണം കാര്യം നടക്കണമെങ്കിൽ ചില 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 ദുഷ്പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. അത് അഡ്മിനിസ്ട്രേഷന്റെ രാജധർമ്മത്തിന്റെ രാജ്യപരിപാലനത്തിന്റെ ഒരു ഭാഗമാണ്. ഇതൊരു പഴയ കാഴ്ചപ്പാടാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇത് പഴയതൊന്നുമല്ല, ഇന്നത്തെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. അഡ്മിനിസ്ട്രേഷനിൽ പലതും ചെയ്യേണ്ടി വരും. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നടത്തണമെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കണ്ണടക്കേണ്ടി വരും, ചിലപ്പോൾ ദ്രോഹിക്കേണ്ടി വരും, നിരപരാധികളെ ദ്രോഹിക്കേണ്ടിയും വരും. ഇത് അഭിജ്ഞാന ശാകുന്തളത്തിൽ വളരെ രസകരമായിട്ട് ശകുന്തള പറയുന്നുണ്ട്. അത് ഇവിടെ ബ്രാഹ്മണത്തിലുണ്ട്. ആദ്യം ശകുന്തളത്തിൽ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ശകുന്തളയോട് ദുഷ്യന്തൻ പറയാണ്, കൊട്ടാരത്തിലേക്ക് ചെന്ന ശകുന്തള പറഞ്ഞു എന്നെ ഇവിടെ വന്നോ വേട്ടോ, അത് പറഞ്ഞു, മാനിന്റെ കൂടെ നിന്നില്ലേ, മാന് വെള്ളം കുടിച്ചില്ലേ, ഓർമ്മയില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, മോതിരം തന്നില്ലേ, നിങ്ങൾ മോതിരം കാണാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ദുഷ്യന്തൻ പറഞ്ഞു, ആഹാ കൊള്ളാം 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 കൊള്ളാം, ഇത് സ്ത്രീകളുടെ സ്വഭാവമാണ്, അസാധ്യം മിടുക്ക് തന്നെയാണത്. ഈ ഇതിന് പോലും എന്താ മറ്റു പക്ഷികളിലും മൃഗങ്ങളിലും പോലും സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു മിടുക്ക്, വല്ലാത്ത തന്ത്രമാണത് അവരുടെ എന്ന് പറയുമ്പോൾ രോഷം കൊണ്ട് പൊട്ടിത്തെറിച്ചിട്ട് ശകുന്തള പറയുന്ന ഒരു വാക്യമുണ്ട്. കൊള്ളാം 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 കൊള്ളാം. താപസാശ്രമത്തിലെ ഒരു സാധു സ്ത്രീ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങൾ വഞ്ചന ഒരു ശാസ്ത്രമായി പഠിക്കുന്നവരാണ്. രാജാക്കന്മാര് വഞ്ചന, ക്രൂരത ഒരു ശാസ്ത്രമായി പഠിക്കുന്നവരാണല്ലോ. പരാതിസന്ധാനം അധീയത്തെ യൈഹി വിദ്യ ഇതി തേ സന്തു കില ആപ്തവാചഃ. നിങ്ങളാണ് സത്യസന്ധന്മാര്. ആര്? രാജാക്കന്മാര്.
ചതിയും കളവും വഞ്ചനയുമാണ് നിങ്ങളെ രാജധർമ്മത്തിൽ പഠിക്കുന്നത്. അങ്ങനെയുള്ള ചതി ശാസ്ത്രമായി പഠിക്കുന്ന നിങ്ങളുടെ വാക്ക് സത്യവും എന്നെ പോലെയുള്ള ഒരു താപസ സ്ത്രീയുടെ വാക്ക് അസത്യവും എന്ന് ക്ഷോഭിച്ച് പൊട്ടിത്തെറിച്ച് പറയുന്ന, അവിടെ പറയുന്ന എന്താണ്? രാജാക്കന്മാര് രാജഭരണം നടത്തുമ്പോൾ അവർ ക്രൂരന്മാരായിരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ ബഹുവൈ രാജന്യ അനൃതം കരോതി ഉപജാമ്യൈ ഹരതേ ജിനാതി ബ്രാഹ്മണം. ചിലപ്പോൾ സ്ത്രീയൊക്കെ കട്ടെടുക്കേണ്ടി വരുന്ന പറയണത് മറ്റൊരുത്തന്റെ ജിനാതി ബ്രാഹ്മണം. ആരും ഉപദ്രവിക്കാത്ത പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ഉപദ്രവിക്കേണ്ടി വരും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ജാതി എന്നൊന്നും വിചാരിക്കരുത്, അതല്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പാവം പിടിച്ച മനുഷ്യനെയൊക്കെ ഉപദ്രവിക്കേണ്ടി വരും. വദതി അനൃതം, അസത്യം പറയണം, ഇതാണ് സ്വഭാവം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടം പോലെ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടും ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവര് അക്കാഡമിയ ഇടുവിൽ പോയി നോക്കുക. സം ക്യൂരിയസ് സ്റ്റേറ്റ്മെന്റ്സ് തൈത്തിരീയ ബ്രാഹ്മണ പറഞ്ഞതിൻ്റെ ഒരു പേപ്പറുണ്ട്, നോക്കുക. ഇപ്പോ 28ആയി, ഞാൻ നിർത്തട്ടെ. മറ്റൊന്ന് എനിക്ക് പറയാനുണ്ടായിരുന്നത് വേദി കാലണ്ടറാണ്. അത് വളരെ രസകരമായ സംഗതിയാണ്. അത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. അത് അവിടെ ഉണ്ട് എന്നുള്ളത് ഇതുവരെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഞാനത് ഒരു പേപ്പറായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വേണ്ടവര് വെറുതെ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ കിട്ടും. സെർച്ച് എഞ്ചിനിൽ പോയിട്ട് NK സുന്ദരേശൻ എന്ന് അടിച്ചാൽ ഈ പേപ്പർ കിട്ടും. വേദിക് കാലണ്ടർ ഇൻ ദ തൈത്തിരീയ ബ്രാഹ്മണ എന്ന് പറഞ്ഞൊരു പേപ്പർ അക്കാഡമി എഴുതലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ്? ഇതാണല്ലോ, ബ്രാഹ്മണങ്ങളെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയും എനിക്ക് സമർത്ഥിക്കാനുണ്ടായിരുന്ന കാര്യം ഇതാണ്. അതായത് പലതരത്തില് പ്രധാനപ്പെട്ട വൈദിക സാഹിത്യമാണ് ബ്രാഹ്മണങ്ങളുടേത്. അത് ചരിത്രോപാദാനം എന്ന് പറയുമ്പോൾ ധൈഷണിക ചരിത്രം, സാംസ്കാരിക ചരിത്രം, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചരിത്രം, ഭാഷാശാസ്ത്രത്തിന്റെ ചരിത്രം, ഇതിലെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന അതർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി ഗവേഷകര് വേണ്ടത്ര ചികഞ്ഞു നോക്കാത്ത ഒരു സാഹിത്യ സഞ്ചയമാണ് ബ്രാഹ്മണങ്ങളുടേത് എന്നാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഉള്ള സമയത്തിൽ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. 1.5 മണിക്കൂർ ഞാൻ എടുത്തു. വാസ്തവത്തിൽ 8:15 നിർത്തിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതാവാമെന്ന് വിചാരിച്ചിരുന്നു. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ പറയേണ്ടി വരും. ഏതായാലും ചർച്ചയ്ക്കോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ സംഘാടകർ പറയുന്ന പോലെ ചെയ്യാം. ഇങ്ങനെ ഒരു അവസരം തന്നല് സംഘാടകരെ ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം. വളരെ നന്ദി സർ. അതിഗംഭീരമായ ഒരു ഭാഷണം തന്നെയാണ് ഞങ്ങൾ ഇത്രയും നേരം ശ്രവിച്ചത്. ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്കതിന് ഉപയോഗിക്കാം. അങ്ങ് എഴുതിയ ബുക്കുകളിൽ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഉള്ള ബുക്കുകൾ എവിടെ അവൈലബിൾ ആണ്, എവിടെ കിട്ടും? ഇത് ബ്രാഹ്മണങ്ങൾ ഒരു പഠനം എന്നൊരു പുസ്തകം അത് ഞാൻ എഴുതിയത് കാണിപ്പയ്യൂര്, കുന്നംകുളത്തെ കാണിപ്പയ്യൂർ പഞ്ചാംഗ പുസ്തകശാല അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പുസ്തകശാലകളിലും ഈ പുസ്തകം വിൽപ്പനയ്ക്കുണ്ട്. ഒരു പുസ്തകം ഇന്ത്യ ഇൻ ദ ഏജ് ഓഫ് ബ്രാഹ്മണാസ് എന്നൊരു പുസ്തകമുണ്ട്. പഴയ പുസ്തകമാണ്, വളരെ നല്ലൊരു പുസ്തകമാണ്. ഇന്ത്യ ഇൻ ദ ഏജ് ഓഫ് ബ്രാഹ്മണാസ്. പുസ്തകത്തിന്റെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യോ പ്ലീസ്? ഇന്ത്യ ഇൻ ദ ഏജ് ഓഫ് ബ്രാഹ്മണാസ്. എന്റെ പുസ്തകം ഉണ്ടെങ്കിലോ, പുസ്തകം കിട്ടുന്നുണ്ടെങ്കിലോ പുസ്തകത്തിന്റെ ബിബ്ലിയോഗ്രഫിയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു പുസ്തകമാണ്. താങ്ക് യു സർ. ഇന്ത്യ ഓഫ് ദ ഏജ് ഓഫ് ബ്രാഹ്മണാസ്, ജോഗിരാജ് ബസു, കൽക്കട്ടയിൽ നിന്ന് 1969 ഇറങ്ങിയ പുസ്തകമാണ്. ഇന്ത്യ ഓഫ് ദ ഏജ് ഓഫ് ദ ബ്രാഹ്മണാസ്. നമസ്തേ സർ. ഒരു സംശയം ചോദിച്ചോട്ടെ? സർ പറഞ്ഞു ഉദയസൂര്യനെ തൊഴരുത്, നമസ്കരിക്കരുത് എന്ന് ബ്രാഹ്മണത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് എന്താണ് കഥ, ആധാരം? അത് പൊതുവെ ഉള്ള ഒരു നിയമം അല്ല, അത് സ്നാതകന്മാർക്കുള്ള ഒരു നിയമമാണ്.
സ്നാതകന്മാര് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുന്ന സ്ഥലത്ത് ഉദിക്കുന്ന സൂര്യനെ നോക്കരുത് എന്ന് ബ്രാഹ്മണവാക്യവും സ്മൃതിവാക്യങ്ങളും ഉണ്ട്. ഇത് വാസ്തവത്തില് ഞാൻ പറഞ്ഞ തരത്തിലല്ല മീമാംസയിലൊക്കെ എടുക്കുക, വേറൊരു തരത്തിലാണ്. അതായത് ഞാൻ പറഞ്ഞത് അതൊരു നിഷേധവാക്യമാണെന്നാണ്, പക്ഷെ ബ്രാഹ്മണങ്ങള് അത് വിധിവാക്യമാണെന്നാണ് പറയുക. ഏതായാലും അത് പൊതുവേ ഉള്ള നിയമമല്ല. സ്മൃതികളില് സ്നാതകൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം അവസാനിപ്പിച്ചിട്ട് ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കാത്ത ആളുകളെയാണ് സ്നാതകന്മാര് എന്ന് പറയാം. ഈ സ്നാതകന്മാർക്ക് വിശേഷമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ബ്രാഹ്മണങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും കാണുന്നുണ്ട്. വളരെ രസകരമായ ഒരു വസ്തുത കൂടി ആണത്. അതില് അവർക്കുള്ള ഒരു നിയമമാണ് ഉദിക്കുന്ന സൂര്യോദയത്തെ നോക്കരുത്. അപ്പോ അവിടെ നോക്കരുത് എന്ന് വിലക്കാണോ, നോക്കാതിരിക്കും ഞാൻ, അല്ലെങ്കിൽ നോക്കാതിരിക്കണം എന്നുള്ള നിർബന്ധമാണോ, വിധിയാണോ നിഷേധമാണോ എന്നുള്ളതാണ് മീമാംസയിലെ ചർച്ചയ്ക്ക് വരുന്നത്. അത് വളരെ ഗഹനമായ വിഷയം. ഒരു സംശയം ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞു ബ്രാഹ്മണങ്ങളിലെ ഋഗ്വേദത്തിനേക്കാളും മുന്നിലുള്ള അനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള സൂചനകളുണ്ടെന്ന്. അത് എന്താണെന്ന് ചെറുതായെന്ന് സൂചിപ്പിക്കാം. അതായത് ഋഗ്വേദത്തിൽ തന്നെ യാഗത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് ഋജാന്ത്വപോഷമാസ്തേ പുഷ്വാൻ ഗായത്രം തോ ഗായതി ശക്വരീഷു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യാഗം ആണോ മുമ്പുണ്ടായത്, ഋഗ്വേദമാണോ മുമ്പുണ്ടായത് ചോദിച്ചു കഴിഞ്ഞാൽ അനുഷ്ഠാന പാരമ്പര്യം തന്നെയാണ് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, യാഗത്തിന്റെ പാരമ്പര്യം മാത്രമല്ല, മനുഷ്യ ജീവിതത്തില് നമ്മൾ സാമൂഹികമായി പലതും ചെയ്യാറുണ്ടല്ലോ. ഒരാൾ മരിച്ചാൽ എല്ലാവരും ചെല്ലുന്നു, മരിച്ചാൽ അടക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ സംസ്കരിക്കുന്നു. അതിന് ഒരു സംസ്കാരം ഉണ്ടല്ലോ, അന്ത്യസംസ്കാരം. ഈ അന്ത്യസംസ്കാരമൊക്കെ ഋഗ്വേദത്തിന് മുമ്പ് തന്നെ ഉണ്ടാവണം. അന്ത്യസംസ്കാരം എങ്ങനെ നടന്നിരുന്നു എന്നുള്ളതിനൊക്കെ ചിട്ടകളും ഇതൊക്കെ ഋഗ്വേദത്തിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള അതിന്റെ സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. സൂക്ഷിച്ചു നോക്കിയാൽ പലതും കാണാൻ പറ്റും. അത് ഋഗ്വേദത്തിൽ മാത്രമല്ല അഥർവവേദത്തിലും കാണാം. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ബ്രാഹ്മണങ്ങളുടെ വിഷയത്തിൽ മാത്രമല്ല, അഥർവവേദത്തിന്റെ വിഷയത്തിൽ അങ്ങനെയാണ്. അഥർവവേദത്തില് ബ്രാഹ്മണങ്ങൾക്ക് ശേഷമുള്ള ആധുനികമായിട്ടുള്ള ആശയങ്ങളും കാണും, ഏറ്റവും പഴക്കമുള്ള ഋഗ്വേദത്തിന് മുമ്പുള്ള അനുഷ്ഠാന പാരമ്പര്യത്തിലെ ആശയങ്ങളും കാണും. അപ്പോൾ അത് അഥർവവേദത്തിനും ഈ എൻ്റെ ഒരു വാക്യം അതേപോലെ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുണ്ട്. അത് സൂക്ഷിച്ചു നോക്കുന്നവർക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ വിവാഹ സൂക്തം എന്നൊക്കെ ഋഗ്വേദത്തിലുണ്ട്. അതിനു മുമ്പ് തന്നെ വിവാഹത്തിന് ചില ചടങ്ങുകളും ചില രീതികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം. അതിനുശേഷം മന്ത്രം സമാഹരിച്ചു, അത്രയേ ഉള്ളൂ. വാസ്തവത്തില് ഗൃഹ്യക്രിയകളും ശ്രൗതക്രിയകളൊക്കെ എപ്പോഴും അനുഷ്ഠാനത്തിന് തന്നെയാണ് പ്രാധാന്യം. അനുഷ്ഠാനത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളോ പദ്യങ്ങളോ അതിന്റെ ആശയങ്ങളോ ക്രോഡീകരിച്ചവയാണ് സംഹിതകളും വേദങ്ങളും ഒക്കെ ആവുന്നത്, സൂത്രങ്ങളൊക്കെ ആവുന്നത്. അതിനു മുമ്പ് തന്നെ അനുഷ്ഠാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. ഇതെല്ലാം മനുഷ്യർക്കാണല്ലോ. മനുഷ്യരും അവരുടെ വിചാരഗതികളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിനാണ് പഴക്കം കൂടുതൽ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സാർ, ഇതിന് തുടർന്ന് ക്ലാസ് വേണമെന്നുള്ളത് ആഗ്രഹം, തുടക്കമായിട്ടുള്ള ബ്രാഹ്മണത്തെ പറ്റി. അവസരം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ നോക്കാം നമുക്ക്. അത് തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ നിന്നല്ല, നിങ്ങൾക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതുപോലെ ഗൗരവമേറിയ ഒരു സദസ്സൊക്കെ കിട്ടുകയാണെങ്കിൽ പറയാൻ എനിക്കും മടിയൊന്നുമില്ല. തീർച്ചയായും സാർ.